السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനേറ്റവും വിലപ്പെട്ട, അവനേറ്റവും മൂല്യം കാണുന്ന ഒരു കാര്യമാണ് അവൻ്റെ ഈമാൻ എന്നുള്ളത്. ഒരു മനസ്സിന് നേടിയെടുക്കാവുന്ന അല്ലെങ്കിൽ ഒരു കൽബിൽ ആസ്വദിക്കാവുന്ന ഏറ്റവും മഹത്തായിട്ടുള്ള നേട്ടം ഈമാനിൻ്റെ അടിസ്ഥാനത്തിലാണ് ദുനിയാവിലും പരലോകത്തും ആളുകൾ ഉന്നതി നേടുന്നത്. അതുപോലെ തന്നെയാണ് എല്ലാവിധ ഖൈറുകളും ദുനിയാവിലും പരലോകത്തിലും അവന് വന്നു ചേരുന്നത് അവൻ്റെ ഈമാനിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഏതൊരു സത്യവിശ്വാസിയും അവൻ്റെ ജീവിതത്തിൽ ഏത് സമയവും ശ്രദ്ധിക്കേണ്ട, പരിശോധിക്കേണ്ട കാര്യമാണ് അവൻ്റെ ഈമാനിൻ്റെ അവസ്ഥ എങ്ങനെയാണ്, അത് കൂടുന്നുണ്ടോ അല്ലെങ്കിൽ അതിൽ കുറവ് വരുന്നുണ്ടോ, അത് നന്നായി പോഷിപ്പിക്കാൻ, ഈമാൻ നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത് ചോർന്നു പോകുന്ന, നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ. അങ്ങനെയുള്ള എല്ലാ ഭാഗങ്ങളും ഒരു മുഅ്മിൻ വളരെയധികം ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു ഈമാൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ അതിനെ തകർത്ത് കളയുന്ന കാര്യങ്ങളിൽ നിന്ന് അവൻ ഒഴിഞ്ഞു മാറുകയും വേണം. കാരണം ധാരാളം കാര്യങ്ങൾ നമ്മുടെ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലും പൊതുവായും ധാരാളം കാര്യങ്ങൾ നമ്മുടെ ഈമാൻ ദുർബലപ്പെടുത്തുന്ന ഫിത്നകളായി നമുക്ക് കാണാം. ശൈത്താൻ്റെ വസ്വാസുകൾ, പലതരത്തിലുള്ള തിന്മകളിലേക്കുള്ള പ്രേരണ, അതുപോലെ തന്നെ മറ്റു പല ഫിത്നകൾ എല്ലാം നമ്മൾ കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്യുന്നൊരു കാലമാണ്. അപ്പോൾ ഈമാനിൻ്റെ ദുർബലത നാം എപ്പോഴും പരിശോധിച്ചു കൊണ്ടേയിരിക്കണം. ഇവിടെ ഈമാൻ ഇല്ലാതായി പോകുന്ന അല്ലെങ്കിൽ ദുർബലപ്പെട്ടു പോകുന്ന ഒരവസ്ഥയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നമ്മെ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിനെ നിങ്ങൾ പുതുക്കിക്കൊണ്ടേയിരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇമാം ഹാക്കിം അദ്ദേഹത്തിൻ്റെ മുസ്തദറക്കിലും അതുപോലെ തൊബറാനി അൽ മുഅ്ജമുൽ കബീറിലും ഉദ്ധരിച്ചിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ഈമാന ലയഖ്ലഖു ഫീ ജൗഫി അഹദിക്കും കമാ യഖ്ലഖു ഥൗബ്. നിങ്ങളുടെ ഉള്ളിൽ ഈമാൻ എന്നുള്ളത്, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഈമാൻ നുരുമ്പിപ്പോകും. അത് നുരുമ്പിപ്പോകുന്ന അവസ്ഥയുണ്ടാകും. ഏതുപോലെ? ഒരു വസ്ത്രം നുരുമ്പിപ്പോകുന്ന പോലെ. നമ്മളൊരു നല്ലൊരു പുതിയ വസ്ത്രം വാങ്ങി അത് കുറച്ചു കാലം കഴിഞ്ഞാൽ അത് തന്നെ അതിൻ്റെ ആ ഭംഗി ഇല്ലാതെയാകും, അത് മങ്ങിപ്പോകും, അത് നുരുമ്പി നശിച്ചു പോകുന്ന അവസ്ഥയുണ്ടാവും. അതുപോലെ ഈമാനും സംഭവിക്കും. ഫസ്അലുല്ലാഹ അൻ യുജദ്ദിദൽ ഈമാന ഫീ ഖുലൂബിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിങ്ങൾ അള്ളാഹുവിനോട് തേടുക, അള്ളാഹുവിനോട് ചോദിക്കുക, നിങ്ങളുടെ കൽബുകളിൽ ഈമാൻ പുതുക്കാൻ വേണ്ടി, തജ്ദീദ് നടത്താൻ വേണ്ടി, പുതുക്കാൻ വേണ്ടി നിങ്ങൾ തേടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മൾ തന്നെ നമ്മെ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്, നമ്മൾ ആദ്യമായി ഈമാൻ മനസ്സിലാക്കിയ സന്ദർഭത്തിൽ, അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞ സന്ദർഭത്തിൽ, തൗഹീദ് മനസ്സിലാക്കിയ സന്ദർഭത്തിൽ നമ്മൾ അനുഭവിച്ച ഈമാനിൻ്റെ ഒരു ആസ്വാദനം ഉണ്ടാകും. പക്ഷേ കാലദൈർഘ്യം കൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് പ്രത്യേകം ശ്രദ്ധ കൊടുക്കാത്തത് കാരണം കൊണ്ട്, പല കാരണങ്ങൾ കൊണ്ട് ആ ഈമാനിൻ്റെ ആസ്വാദനം ഇപ്പോൾ ലഭിക്കുന്നില്ല, അതെനിക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്ന ആളുകൾ പലതരം അശ്രദ്ധയിൽ മുഴുകിപ്പോയിട്ടും പാപങ്ങൾ സംഭവിച്ചിട്ടും അതല്ലാത്ത പല കാരണങ്ങൾ കൊണ്ട് അത് ദുർബലമായി പോയവരുണ്ട്, അതിൻ്റെ ഭംഗി നഷ്ടപ്പെട്ടവരുണ്ട്, അതിൻ്റെ ആ പരിപൂർണതയിൽ കുറവ് സംഭവിച്ചവരുണ്ട്, പല രീതിയിൽ കുറവ് വന്നവരുണ്ട്.
ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസിൽ പറഞ്ഞ കാര്യം എന്താണ്? ഫസ്അലുല്ലാഹ അയ്യുജദ്ദിദൽ ഈമാന ഫീ ഖുലൂബിക്കും. നിങ്ങളുടെ ഈമാൻ അത് പുതുക്കാൻ, അത് തജ്ദീദ് ചെയ്യാൻ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക. നമ്മളെപ്പോഴും നമ്മുടെ ദുആയിൽ ഉൾക്കൊള്ളിക്കേണ്ട, തേടേണ്ട ഒരു കാര്യമാണ് ഈമാൻ അത് പുതുക്കി നൽകണമേ എന്ന് അള്ളാഹുവിനോട് തേടുക എന്നുള്ളത്, അള്ളാഹുവിനോട് ചോദിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഈമാൻ പുതുക്കി ചോദിക്കുന്ന ആളുകളെ, ഈമാനിനെ ആവശ്യപ്പെടുന്ന ആളുകളെ അവരെ ഉറപ്പിച്ചു നിർത്തുന്നതാണ്. അള്ളാഹു തആല സൂറത്തു ഇബ്രാഹിമിൽ പറഞ്ഞു 27-ാമത്തെ ആയത്തിൽ, യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിത് ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. ഖൗലു സാബിത്ത്, ഈമാനിന്റെ വാക്ക്, ഉറപ്പിച്ചു നിർത്തുന്ന വാക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് അള്ളാഹു തആല മുഅ്മിനീങ്ങളെ ഉറപ്പിച്ചു നിർത്തും ദുനിയാവിലും പരലോകത്തും. അതുപോലെ ഈ ദുആ ചെയ്യുന്നതിനോടൊപ്പം തന്നെ, അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട പരിശ്രമങ്ങളുണ്ട്. നമ്മൾ എത്രത്തോളം ഈമാനിന് വേണ്ടി പരിശ്രമിക്കുന്നു, അത് നമ്മുടെ ലക്ഷ്യമാകുന്നു, അതിനു വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് അതിനെ സ്വാധീനിക്കും. കാരണം അല്ലാഹു തആല പറഞ്ഞു സൂറത്തുൽ അൻകബൂത്തിൽ, വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. ആരാണോ നമ്മുടെ മാർഗത്തിൽ പരിശ്രമിക്കുന്നത് അവർക്ക് നാം കൂടുതൽ കൂടുതൽ ഹിദായത്ത് നൽകുന്നതാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഈമാൻ എന്നുള്ളത്, ഈമാനോടുകൂടിയുള്ള ജീവിതമാണ് യഥാർത്ഥത്തിലുള്ള ജീവിതം. അല്ലാത്തത് ഒരു മനുഷ്യൻ അവൻ കാലുകൊണ്ട് നടന്നാലും കൈകൾ കൊണ്ട് അവൻ്റെ കാര്യങ്ങൾ ചെയ്താലും അവൻ സംസാരിച്ചാലും മൃഗതുല്യമായ ജീവിതമായിരിക്കും ഈമാൻ ഇല്ലെങ്കിൽ അവനുണ്ടാവുക. ഈമാൻ ഇല്ലാത്ത ഒരാളുടെ ജീവിതം ആലോചിച്ച് നോക്കി, അവനെന്ത് ലക്ഷ്യ ജീവിതത്തിലുള്ളത്? അവനെന്ത് ആസ്വാദനമാണ് ആസ്വദിക്കാൻ സാധിക്കുക? അവനെന്ത് റാഹത്താണ് അവൻ അനുഭവിക്കാൻ സാധിക്കുക? ഒന്നും ഉണ്ടാവില്ല. അവനും മൃഗവും ഒരുപോലെ ആയിരിക്കും. മൃഗങ്ങൾ ഭക്ഷിക്കുന്നുണ്ട്, മൃഗങ്ങൾ അതുപോലെ തന്നെ മറ്റ് ആസ്വാദനങ്ങൾ അവർക്കുണ്ടാകുന്നുണ്ട്. അതുപോലെ ശാരീരികമായ ആസ്വാദനങ്ങൾ മാത്രം ഒതുങ്ങും. ഈമാൻ നഷ്ടപ്പെട്ടാൽ അവന് ജീവനില്ലാത്തവനെ പോലെയാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും വിളിക്ക് ഉത്തരം ചെയ്യുന്നത് അത് ജീവൻ നൽകുന്ന കാര്യമാണ് എന്ന് പറയാൻ കാരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നോക്കൂ, യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂൽ ഇദാ ദഅാകും ലിമാ യുഹീകും. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനും റസൂലിനും ഉത്തരം ചെയ്യുക. എന്തിലേക്ക് ക്ഷണിക്കുമ്പോൾ? നിങ്ങൾക്ക് ജീവൻ നൽകുന്ന, നിങ്ങൾക്ക് ഹയാത്ത് നൽകുന്ന കാര്യത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ നിങ്ങൾ അതിന് ഉത്തരം ചെയ്യുക എന്ന് പറയാനുള്ള കാരണം. ഈ സഹോദരങ്ങളെ, നമ്മുടെ മുൻഗാമികൾ, സഹാബികളും സലഫുസ് സാലിഹീങ്ങളുമെല്ലാം അവർ അവരുടെ ഈമാനിൻ്റെ അവസ്ഥയെ പരിഗണിക്കുകയും അത് പ്രധാനപ്പെട്ടൊരു ചിന്തയാക്കുകയും ആ ഈമാൻ വർദ്ധിക്കാനുള്ള കാരണങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമായിരുന്നു. അവർ ഈമാൻ വർദ്ധിക്കാൻ കാരണമാകുന്ന കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി അള്ളാഹുവിനെ കുറിച്ച്, പരലോകത്തെക്കുറിച്ച്, സ്വർഗനരകങ്ങളെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളും താക്കീതുകളെയും കുറിച്ച്, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ച് അവർ സംസാരിക്കാൻ വേണ്ടി ഒരുമിച്ചിരിക്കുമായിരുന്നു. അവർ പരസ്പരം ക്ഷണിക്കുമായിരുന്നു അവരെ ഈമാൻ വർദ്ധിക്കാൻ കുറച്ചു നേരം നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിൽ മുഴുകാമെന്ന് പറഞ്ഞിട്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു കാണാം, ഹലുമ്മു നസ്ദദ് ഈമാന, നിങ്ങൾ വരൂ, നമുക്ക് നമ്മുടെ ഈമാൻ ഒന്ന് വർദ്ധിപ്പിക്കാം. വറലഫിൽ ഖും ബിനാ നസ്ദാദു ഈമാന, നമുക്ക് ഒരുമിച്ച് നിൽക്കാം, എന്നിട്ട് നമ്മുടെ ഈമാൻ ഒന്ന് വർദ്ധിപ്പിക്കാം എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കാണാം. അഥവാ ഒരുമിച്ച് ഇരുന്നു കൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കുക, ദീനിനെ കുറിച്ച് സംസാരിക്കുക, പരലോകത്തെക്കുറിച്ച് സംസാരിക്കുക, സ്വർഗത്തെയും നരകത്തെയും സംബന്ധിച്ച് സംസാരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, സംസാരിക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കും. അതുപോലെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞത് കാണാം, ഇജ്ലിസു ബിനാ നസ്ദദ് ഈമാന, നമ്മോടൊപ്പം ഒരുമിച്ചിരിക്കാൻ, നമുക്ക് നമ്മുടെ ഈമാൻ വർദ്ധിക്കട്ടെ. അതുപോലെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുമ്പോൾ അവിടുന്ന് പറയുമായിരുന്നു, അല്ലാഹുമ്മ സിദ്നി ഈമാനൻ വയഖീനൻ വഫിഖ്ഹ, അല്ലാഹുവേ, എൻ്റെ ഈമാനും എൻ്റെ ദൃഢതയും എൻ്റെ ജ്ഞാനവും നീ വർദ്ധിപ്പിച്ച് നൽകണമേ എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്യാറുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കും, നമുക്ക് പല കാര്യങ്ങളും ആവശ്യമുണ്ടാകും, പലതും നമ്മൾ അള്ളാഹുവിനോട് തേടുന്നുണ്ടാകും. നമ്മുടെ ഈമാനിനെ പ്രത്യേകമായി തേടാൻ നമുക്ക് സാധിക്കാറുണ്ടോ? അതൊരു ആവശ്യമായിട്ട് അള്ളാഹുവിനോട് ചോദിക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ? സഹാബി ശ്രേഷ്ഠനായിട്ടുള്ള മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുമായിരുന്നു, ഇജ്ലിസു ബിനാ നുഅ്മിൻ സാഅ,
നമ്മളോടൊപ്പം ഇരിക്കൂ, നമുക്ക് കുറച്ചു നേരം കുറച്ച് സമയം ഈമാൻ ഉള്ളവരാകാം, അഥവാ ഈമാൻ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ഒരുമിച്ചിരിക്കാമെന്ന് പറയാറുണ്ട്. അതുപോലെ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു കൂട്ടം സ്വഹാബികളോടൊപ്പം നിന്നുകൊണ്ട് പറഞ്ഞു, ഫയഖൂൽ തആലൗ നുഅ്മിൻ സാഅ, നിങ്ങളെല്ലാവരും വരീം, നമുക്ക് കുറച്ചു നേരം ഈമാൻ വർദ്ധിപ്പിക്കാം ആ കാര്യങ്ങളിൽ. തആലൗ ഫൽനദ്കുറില്ലാഹ ഫനസ്ദദ് ഈമാനൻ ബിതാഅതിഹി ലഅല്ലഹു യദ്കുറുനാ ബിമഗ്ഫിറതിഹി, നിങ്ങൾ ഒരുമിച്ച് വരീം, ഒരുമിച്ചിരിക്കാം, നമുക്ക് അള്ളാഹുവിനെ ദിക്ർ ചെയ്യാം, അങ്ങനെ ഈമാൻ വർദ്ധിപ്പിക്കാം, അള്ളാഹുവിനെ അനുസരിക്കുന്ന കാര്യങ്ങളിൽ മുഴുകാം, അള്ളാഹു അവന്റെ മഗ്ഫിറത്ത് കൊണ്ട് നമ്മെ ഓർക്കട്ടെ. അഥവാ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ പുറത്തു നൽകാൻ അവന്റെ മഗ്ഫിറത്ത് കൊണ്ട് നമ്മെ ഓർക്കട്ടെ എന്ന് ഈ സ്വഹാബി പറഞ്ഞേ കാണാം. അതുപോലെ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു വാക്കാണ് മിൻ ഫിഖ്ഹിൽ അബ്ദ്, ഒരടിമയുടെ ജ്ഞാനത്തിൽ അറിവിൽപ്പെട്ട കാര്യമാണ് അൻ യഅലമ അമുസ്ദാദുൻ ഹുവ അം മുൻതഖിസുൻ, അവന്റെ ഈമാനിനെ കുറിച്ച് ഒരു ബോധം ഉണ്ടാവുക, അവന്റെ ഈമാനിനെ കുറിച്ച് അവനറിയാം, അത് കൂടുതലാണോ വർദ്ധിക്കുന്ന അവസ്ഥയിലാണോ അതല്ല കുറഞ്ഞ നിൽക്കുന്ന അവസ്ഥയിലാണോ എന്ന് സ്വന്തം മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളത് ഒരു അടിമയുടെ ഫിഖ്ഹിൽപ്പെട്ട കാര്യമാണ്. നമ്മുടെ ഈമാന്റെ അവസ്ഥ അത് നല്ല അവസ്ഥയിലാണോ അത് കുറവിലാണോ എന്നുള്ളത് അതിനെക്കുറിച്ച് ചിന്തിക്കാത്ത ആളുകൾക്ക് ബോധം ഉണ്ടാവില്ല. എൻ്റെ ഈമാൻ കുറഞ്ഞിട്ടുണ്ട്, ദുർബലമായിട്ടുണ്ട് എന്നതിനെ കുറിച്ച് അറിയില്ല. അപ്പോൾ ഒരു അടിമയുടെ ഫിഖ്ഹിൽപ്പെട്ടതാണ്. എന്നിട്ട് പറഞ്ഞു വമിൻ ഫിഖ്ഹിൽ അബ്ദി അൻ യഅലമ നസഗാത്തി ശൈത്താൻ അന്നാ തഅതി, അതുപോലെ തന്നെ ഒരു അടിമയുടെ ഫിഖ്ഹിൽപ്പെട്ട കാര്യമാണ് എവിടുന്നാണ് എങ്ങനെയാണ് പിശാചിന്റെ തന്ത്രങ്ങൾ, പിശാച് അവനെ കെണിയിൽ അകപ്പെടുത്തുന്നത് ഏത് രീതിയിലാണ് എന്നതിനെക്കുറിച്ച്, അതെങ്ങനെയാണ് വരുന്നത് എന്നതിനെക്കുറിച്ച് ഒരാൾക്ക് അറിവുണ്ടാവുക എന്നുള്ളത്. അത് എല്ലാവർക്കും ഉണ്ടായിക്കോണമെന്നില്ല. ചില ആളുകൾ പിശാചിന്റെ കെണിയിൽ ഖുത്വാത്തുകൾ പിൻപറ്റി അവസാനം വലിയൊരു അപകടത്തിൽപ്പെട്ടതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു കെണിയിലായിരുന്നല്ലോ എന്നുള്ള ഉൾക്കാഴ്ച ലഭിക്കുക. എന്നാൽ ഫിഖ്ഹുള്ള ആളുകൾക്ക്, അറിവുള്ള ആളുകൾക്ക്, ഉൾക്കാഴ്ചയുള്ള ആളുകൾക്ക് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞങ്ങൾക്ക് ഇത് പിശാചിന്റെ തന്ത്രമാണ് എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഉമൈർ ഇബ്നു ഹബീബ് അൽ ഖത്മി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു അൽ ഈമാനു യസീദു വയൻഖുസ്, ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും എന്നൊരിക്കൽ പറഞ്ഞു. ഫഖീല, അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടു വമാ സിയാദതുഹു വനുഖ്സാനുഹു, എന്താണ് ഈമാൻ കൂടുക എന്ന് പറഞ്ഞാൽ, എന്താണ് ഈമാൻ കുറയുക എന്ന് പറഞ്ഞാൽ, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇദാ ദക്കർനല്ലാഹ വഹമിദ്നാഹു വസബ്ബഹ്നാഹു ഫദാലിക സിയാദതുഹു, നമ്മൾ അള്ളാഹുവിനെ സ്മരിക്കുകയും അള്ളാഹുവിനെ സ്തുതിക്കുകയും അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുകയും എല്ലാം ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ഈമാനിന്റെ വർധനവാണ്. നമുക്ക് എത്രത്തോളം അള്ളാഹുവിനെ ഓർമ്മ വരുന്നുണ്ട്, അള്ളാഹുവിനെ ദിക്ർ ചെയ്യാനും അള്ളാഹുവിനെ അനുസരിക്കാനും അതിനെല്ലാം സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഈമാനിന്റെ വർധനവാണ്. വൈദാ ഗഫൽനാ വദയ്യഅനാ വനസീനാ ഫദാലിക നുഖ്സാനുഹു, നമ്മൾ അശ്രദ്ധമായിക്കൊണ്ടിരിക്കുകയാണ്, അള്ളാഹുവിനോടുള്ള കടമകൾ ചെയ്യുന്നതിൽ വീഴ്ച വരികയാണ്, അതുപോലെ നമ്മൾ പല കാര്യങ്ങളും ഇബാദത്തുകൾ പലതും നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്ന, അത് മറന്നു പോകുന്ന അവസ്ഥ ഉണ്ടാവുകയാണ് എങ്കിൽ അത് ഈമാനിന്റെ കുറവുമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ അൽഖമാ ഇബ്നു ഖൈസ് അൻ-നഖഈ റഹിമഹുല്ലാഹ് താബിഈ പണ്ഡിതന്മാരിൽ വളരെ ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞ വാക്കാണ് ഇംശൂ ബിനാ നസ്ദദ് ഈമാന, നമ്മുടെ ഒപ്പം നടക്കൂ, നമുക്ക് ഈമാൻ വർദ്ധിപ്പിക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സഹാബികൾ അവരൊരുമിച്ചിരുന്നു കൊണ്ട് ഈമാൻ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഒരുമിച്ചിരിക്കാറുണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മൾ അതിനു വേണ്ടി മുസ്ലിമീങ്ങൾ മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കാൻ ഒരു ദർശിലിരിക്കുന്നതോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സദസ്സിലിരിക്കുന്നതോ അല്ലാതെ തന്നെ ഒരുമിച്ചിരുന്നു കൊണ്ട് ഈ പരലോകത്തിൻ്റെയും മറ്റും കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഓർമ്മ വരാറുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. ഒരിക്കൽ അബ്ദുറഹ്മാൻ ഇബ്നു അംർ അൽ ഔസാഇ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടു അനിൽ ഈമാനി അയസീദു, ഈമാൻ വർദ്ധിക്കുമോ എന്ന് ചോദിച്ചു. ഖാല നഅം, അദ്ദേഹം പറഞ്ഞു അതെ, ഹത്താ യകൂന കൽ ജിബാൽ, അതൊരു പർവ്വത സമാനം ഈമാൻ വർദ്ധിക്കുന്നതാണ്, ഈമാൻ വർദ്ധിച്ച് ഒരു പർവ്വത സമാനമാകുന്നതാണ്.
അവ ചോദിക്കപ്പെട്ടു അഫയൻഖുസു, അത് കുറയുകയും ചെയ്യോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു നഅം ഹത്താ ലാ യബ്ഖാ മിൻഹു ശൈഉൻ, കുറയും, ഒന്നും തന്നെ ഇല്ലാത്ത അവസ്ഥയിൽ കുറയുകയും ചെയ്യും. ഈമാനിന്റെ ഒന്നും തന്നെ ഇല്ലാത്ത അവസ്ഥയിൽ കുറയുകയും ചെയ്യും എന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അടുക്കൽ ഈമാനിനെ കുറിച്ച് ചോദിച്ചു. യസീദും വയൻഖുസ്, കൂടുകയും കുറയുകയും അത് എത്രയാണ്, എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു യസീദു ഹത്താ യബ്ലുഗ അഅല അസ്സമാവാതി സബ്അ, അത് ഈമാൻ വർദ്ധിക്കും 7 ആകാശത്തിന്റെ ഏറ്റവും ഉന്നതിയിൽ എത്തുന്നവർ പോലെ അത്രത്തോളം ഈമാൻ വർദ്ധിക്കും എന്ന് പറഞ്ഞു. വയൻഖുസു ഹത്താ യസീറ ഇലാ അസ്ഫലി സാഫിലീന സബ്അ, അത് കുറയും 7 ഭൂമിയുടെ അത്ര താഴ്ന്നു പോകുന്ന അവസ്ഥയിൽ ആ ഈമാൻ കുറയുകയും ചെയ്യും എന്ന് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറയുകയുണ്ടായി. അപ്പോൾ ഈമാനിന്റെ വിഷയത്തിൽ കൂടുകയും കുറയുകയും എന്നുള്ളത് അഹ്ലുസുന്നയുടെ അഖീദയും മൻഹജുമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈമാനിന്റെ അവസ്ഥയിൽ കാലദൈർഘ്യം കൊണ്ട് കാലം കൂടുമ്പോൾ അത് കൂടുകയാണോ അത് കുറയുകയാണോ? ആദ്യകാലത്ത് നമുക്കുണ്ടായിരുന്ന ഈമാനിന്റെ ആസ്വാദനവും ഈമാനിൽ നാം കണ്ടെത്തിയിരുന്ന നിർഭയത്വവുമാണോ ഇപ്പോഴുള്ളത്? അതല്ല ഈമാൻ എന്നുള്ളത് കേവലം ബാഹ്യമായ പ്രകടനങ്ങളിൽ, ബാഹ്യമായ ഓരോ കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമായി മാറിയിട്ടുണ്ടോ എന്ന് നാം പരിശോധിക്കണം. ഇനി ഈ സൽഫുകളിൽ ധാരാളം ഈമാനുമായി ബന്ധപ്പെട്ട സംസാരങ്ങൾ കാണാം. ഇനി എങ്ങനെയാണ് ഈ ഈമാനിനെ നമുക്ക് വർദ്ധിക്കാനും അതുപോലെ കുറയുന്നതിൽ നിന്ന് തടയാനുമെല്ലാം സാധിക്കുക? ഇമാം സഅദി റഹിമഹുല്ലാഹ് ഈമാനിന്റെ വിഷയത്തിൽ, അതിനെ നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ സാധിക്കുന്ന വിഷയത്തിൽ ഒരടിമ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തേത് തഹ്ഖീഖുൽ ഈമാൻ വഫുറൂഇഹി വതഹഖഖു ബിഹി ഇൽമൻ വഅമലൻ ഹാല. ഈമാനിന്റെ അടിസ്ഥാനങ്ങളെയും അതിന്റെ ശാഖകളെയും എപ്പോഴും പൂർത്തീകരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അത് അറിവ് കൊണ്ടും പ്രവർത്തനം കൊണ്ടും അതുപോലെ എല്ലാ രീതിയിലും അതിനെ കാത്തു സൂക്ഷിക്കുക. അത് വർദ്ധിക്കാനുള്ള പരിശ്രമങ്ങളിൽ മുഴുകുക. രണ്ടാമത്തേത് അസ്സഅയു ഫീ ദഫ്ഇ മാ യുനാഫിഹാ വയുനാഖിബുഹാ വയുൻഖസുഹാ മിനൽ ഫിത്നി അൽദാഹിറ വൽ ബാത്തിന. ആ ഈമാനിനെ നശിപ്പിച്ചു കളയുന്ന കാര്യങ്ങളെ പ്രതിരോധിക്കുക, കുറയ്ക്കുന്ന കാര്യങ്ങളെ പ്രതിരോധിക്കുക. അത് ബാഹ്യമായിട്ടും ആന്തരികമായിട്ടും പ്രതിരോധിക്കുക. അത് 2 തരത്തിലായിരിക്കും. ഒന്ന്, ഈമാൻ കുറയുന്ന കാര്യങ്ങളിൽ അകപ്പെടാതെ സംരക്ഷിക്കാൻ വേണ്ടി അതിനെ പ്രതിരോധിച്ച് നിൽക്കുക എന്നുള്ളത്. 2, ഈമാൻ കുറയുന്ന എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു പോയാൽ, പാപങ്ങളോ മറ്റോ സംഭവിച്ചു പോയാൽ തൗബ ചെയ്തുകൊണ്ടും അതുപോലെ സൽക്കർമ്മങ്ങൾ മുഴുകിക്കൊണ്ടും അതിനെ മറികടക്കുക എന്നുള്ളത്. ചുരുക്കി പറഞ്ഞാൽ 2 കാര്യങ്ങളാണ് നമ്മുടെ ഈമാനുമായി ബന്ധപ്പെട്ട് നാം കാത്തു സൂക്ഷിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒന്നാമത്തേത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അസ്ബാബു സിയാദത്തിൽ ഈമാനി വഖുവ്വതിഹി, ഈമാൻ ശക്തിപ്പെടാനും ദൃഢപ്പെടാനും വർദ്ധിക്കാനും ആവശ്യമായിട്ടുള്ള കാരണങ്ങൾ, മാർഗങ്ങൾ എന്താണെന്ന് നമ്മൾ അറിയണം. അതിനുവേണ്ടി പരിശ്രമിക്കണം, അത് ജീവിതത്തിൽ പകർത്തണം. രണ്ടാമത്തേത് അസ്ബാബു നഖ്സിൽ ഈമാനി വളഅഫിഹി, ഈമാൻ കുറയാൻ ഉണ്ടാകുന്ന കാര്യങ്ങൾ, ഈമാൻ ദുർബലപ്പെടാനുണ്ടാകുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ച് മനസ്സിലാക്കണം, അതിനെ ഒഴിവാക്കണം. ഇങ്ങനെയാണ് ഒരാളുടെ ഈമാനിനെ സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ 2 ഇനത്തിലും ഈമാൻ വർദ്ധിക്കാനുള്ള കാരണങ്ങളും ഈമാൻ കുറയാനുള്ള കാരണങ്ങളും എന്തൊക്കെയാണ് പ്രധാനപ്പെട്ടിട്ടുള്ളത് എന്ന് ചുരുങ്ങിയ രൂപത്തിൽ പറയാനാണ് നാം ഉദ്ദേശിക്കുന്നത്. ഈമാൻ വർദ്ധിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നാമത്തെ കാരണം തഅല്ലുമുൽ ഇൽമി അശ്ശറഈ, ശർഈ ആയിട്ടുള്ള ഇൽമ് പഠിക്കുക എന്നുള്ളത്, അറിവുണ്ടാവുക എന്നുള്ളത്, ദീനിയായിട്ടുള്ള അറിവുണ്ടാവുക എന്നുള്ളത്. കാരണം ആ അറിവ് ആണ് ഈമാനിന്റെ അടിസ്ഥാനം. ഈ അറിവില്ലാതെ ഈമാൻ ഉണ്ടാവില്ല, അറിവില്ലാതെ ഈമാൻ ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ വൽ അസ്ർ എന്നുള്ള സൂറത്തിൽ ഇല്ലല്ലദീന ആമനു, ഈമാനുള്ളവർ എന്നുള്ളതിനെ ഇൽമുണ്ടാകണം എന്ന് എണ്ണാനുള്ള കാരണം. ഒരു മുസ്ലിമിന്, ഒരു മുഅ്മിനിന് അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട 4 കാര്യങ്ങൾ, ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ ഇൽമ്, അമല്, ദഅവത്ത്, സബ്ർ. അതിൽ സൂറത്തുൽ അസ്റിനെ തെളിവായി എടുക്കുമ്പോൾ അതിൽ ഒന്നാമത്തേത് ഈമാൻ എന്ന വാക്കിന് പകരം ഇൽമ് എന്ന് ഉപയോഗിക്കാനുള്ള കാരണം ഇൽമില്ലാതെ ഒരാൾക്ക് ഈമാൻ ഉണ്ടാവുകയില്ല, ഇൽമില്ലാതെ ഒരാൾക്ക് ഈമാൻ ഉണ്ടാവുകയില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇൽമ് എന്ന് പറഞ്ഞാൽ ദീനിന്റെ ഇൽമിന്റെ അടിസ്ഥാനം എന്താണ്?
അടിസ്ഥാനം ഖുർആനാണ്, അതുപോലെ അതിനെ വിശദീകരിക്കുന്ന ഹദീസുകളാണ്. അതിൽ നിന്നാണ് ഇൽമിന്റെ മറ്റെല്ലാ ഫറഉകളും ഉണ്ടായിട്ടുള്ളത്. ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നുമാണ് ഇൽമിന്റെ മറ്റെല്ലാ ശാഖകളും എല്ലാം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ദീനിയായിട്ടുള്ള അറിവ് പഠിക്കാനും അറിവിന്റെ സദസ്സുകളിൽ ഇരിക്കാനും അതിനുള്ള സമയം നമ്മൾ കണ്ടെത്തണം. അത് കണ്ടെത്തിയാൽ മാത്രമാണ്, അത് ദർസുകളിൽ ഇരിക്കലാകാം, അതുപോലെ തന്നെ വായിക്കലാകാം, എന്താണോ പഠിക്കാനുള്ള സൗകര്യങ്ങൾ, കേൾക്കാനുള്ള സൗകര്യങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. അതൊരു ചെറിയ കാര്യമല്ല. ഒരു ദർസിൽ വെറുതെ വന്നിരിക്കുകയാണെങ്കിലും അതുകൊണ്ടുണ്ടാകുന്ന നേട്ടം ചെറുതല്ല. ചിലപ്പോൾ ഒരു ചെറിയൊരു വാക്കായിരിക്കും നമ്മൾ കേൾക്കുക, പക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ഉതകുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാവം ഒഴിവാക്കാൻ കാരണമാകുന്ന മഹത്തായ ഒരു വാക്കായിട്ട് അത് മാറിത്തീരും. അതുകൊണ്ട് ഇൽമു പഠിക്കുക എന്നുള്ളത് അതിൽ പ്രധാനപ്പെട്ടതാണ്. ഖുർആനിനെ കുറിച്ച് അറിവുണ്ടാവുക, ഖുർആൻ പഠിക്കുക. ഇൽമുമായി ബന്ധപ്പെട്ടതിൽ ഖുർആൻ പഠിക്കുകയും ഹദീസുകൾ പഠിക്കുകയും, അതാണ് ഇൽമിന്റെ അടിസ്ഥാനം. ഖുർആനുമായിട്ട് നമുക്ക് എത്ര ബന്ധമുണ്ടോ, എത്ര ശക്തമായ ബന്ധമുണ്ടോ, അത്രത്തോളം നമ്മുടെ ഈമാൻ സുരക്ഷിതമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സൂറത്തു തൗബയിലെ 124-ാമത്തെ ആയത്തിൽ, وَإِذَا مَا أُنْزِلَتْ سُورَةٌ فَمِنْهُمْ مَنْ يَقُولُ أَيُّكُمْ زَادَتْهُ هَذِهِ إِيمَانًا. ഖുർആനിൽ ഒരു സൂറത്ത് ഇറക്കപ്പെടുന്ന സന്ദർഭത്തിൽ ആളുകൾ പറയും, ആർക്കാണ് ഇതുകൊണ്ട് ഈമാൻ വർദ്ധിച്ചത്? فَأَمَّا الَّذِينَ آمَنُوا فَزَادَتْهُمْ إِيمَانًا وَهُمْ يَسْتَبْشِرُونَ. ഈമാനുള്ള ആളുകൾക്ക്, മുഅ്മിനീങ്ങൾക്ക് ഓരോ സൂറത്ത് ഇറങ്ങുമ്പോഴും ഓരോ ആയത്തിലൂടെയും അവരുടെ ഈമാൻ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അവർക്ക് വളരെ സന്തോഷം നൽകുന്ന, സന്തോഷവാർത്തയായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ആ ഖുർആനിന്റെ ആയത്തുകൾ. സഹോദരങ്ങളെ, ഖുർആനിനെ ഉറ്റാലോചിച്ചുകൊണ്ട്, ചിന്തിച്ചുകൊണ്ട്, അതിൻ്റെ ആശയം മനസ്സിലാക്കിക്കൊണ്ട്, അത് ഇറങ്ങിയ സന്ദർഭങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത് പാരായണം ചെയ്യുമ്പോൾ, അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഈമാനികമായ സംരക്ഷണം, നമുക്ക് ലഭിക്കുന്ന ഒരു സമാധാനം, ഖൽബിൽ കണ്ടെത്താൻ സാധിക്കുന്ന തുമഅനീനത്ത്, അത് വേറെ ഒന്നുകൊണ്ടും കിട്ടൂല. ആ ദുനിയാവിൽ വേറൊന്നുകൊണ്ടും അത് ലഭിക്കുകയില്ല. അല്ലാഹു തആല പറഞ്ഞു, നോക്കൂ, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ഈ ഖുർആൻ ഏറ്റവും ശരിയായതിലേക്ക് നമ്മെ നയിക്കുന്ന കാര്യമാണ്. ഏറ്റവും ശരിയായതിലേക്ക്. ഖുർആനുമായിട്ട് ബന്ധമില്ലാതെ, ഖുർആനിനെ കുറിച്ച് അറിവില്ലാതെ, അത് പാരായണം ചെയ്യലില്ലാതെ, അത് പഠിക്കാതെ, ഇൽമില്ലാതെ ഒരാൾക്ക് എങ്ങനെയാണ് ഈമാൻ നിലനിർത്താൻ സാധിക്കുക? ഈമാൻ വർദ്ധിപ്പിക്കാൻ സാധിക്കുക? കഴിയില്ല. ഇൽമില്ലാതെ ഈമാൻ വർദ്ധിപ്പിക്കാൻ സാധിക്കുകയില്ല. അല്ലാഹു തആല പറഞ്ഞു, അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. നിങ്ങൾ ഖുർആനിനെ കുറിച്ച് ഉറ്റാലോചിക്കുന്നില്ലേ, അതോ നിങ്ങളുടെ ഖൽബുകൾക്ക് പൂട്ടിട്ടിരിക്കുകയാണോ? അതിനെക്കുറിച്ച് ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ എന്ന് പറഞ്ഞു കാണാം. ഈ ആശയത്തിൽ ധാരാളം ആയത്തുകളുണ്ട്. അപ്പോൾ ഇൽമുണ്ടാവുക എന്നുള്ളതാണ് അടിസ്ഥാനം. അതിൽപ്പെട്ടതാണ് ഖുർആനുമായി ബന്ധമുണ്ടാവുക. അതുപോലെ ഹദീസുകൾ. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി, ഈ ഹദീസ് എന്ന് പറയുമ്പോൾ, ഖുർആൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കലാമാണ്. ഹദീസും അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് വഹീന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകളാണ്. അള്ളാഹു തആല അവന്റെ അടിമകളോട് സംസാരിക്കുന്ന, കാര്യങ്ങൾ അറിയിക്കുന്ന രീതിയിൽ ഒരു രീതിയാണ് ഒന്ന് നേരിട്ട് വഹിയായിട്ട് ഇറക്കുന്ന ഖുർആനിന്റെ ആയത്തുകൾ എന്നുള്ളത്, അള്ളാഹുവിന്റെ സംസാരം എന്നുള്ളത്. അതുപോലെ തന്നെ ആശയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്തിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നു എന്നുള്ളത്. ഹദീസുകൾ കേൾക്കുന്നതും ഹദീസുകൾ പഠിക്കുന്നതും ഈമാൻ വർദ്ധിക്കാൻ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ഓരോ പുതിയ ഹദീസ് പഠിക്കുമ്പോഴും കേൾക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ ഖൽബിൽ ഒരു പുതിയ ഹദീസ് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം, ഒരു പുതിയ അറിവ് ലഭിക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷം എത്രത്തോളമാണ്. അത് ഈമാനിന്റെ അടയാളമാണ്. അപ്പോൾ ഇൽമു പഠിക്കുക, ഇൽമു നേടുക എന്നുള്ളതാണ് ഈമാൻ വർദ്ധിക്കാനുള്ള ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം മഅരിഫതു അസ്മാഇല്ലാഹിൽ ഹുസ്ന വസിഫാതിഹി അൽ ഉലിയ. അള്ളാഹുവിൻ്റെ ഉത്തമമായിട്ടുള്ള, ഉത്കൃഷ്ടമായിട്ടുള്ള നാമങ്ങളെ അറിയലും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഉന്നതമായ വിശേഷണങ്ങളെ അറിയലും നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. കാരണം അള്ളാഹുവിനെ അറിയുക എന്നുള്ളതാണ് എല്ലാ ഇൽമിൻ്റെയും ലക്ഷ്യം. എല്ലാ ഇൽമിൻ്റെയും ഈ സൃഷ്ടിപ്പിൻ്റെയും അടിസ്ഥാന ലക്ഷ്യം അള്ളാഹുവിനെ അറിയലാണ്. അള്ളാഹുവിനെ അറിഞ്ഞവന് മാത്രമേ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ പറ്റുള്ളൂ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ. ഇപ്പോൾ ഖുർആൻ കൊണ്ട് ഏത് ഇൽമു പഠിക്കുമ്പോഴും അതുകൊണ്ട് നമ്മൾ എത്തിച്ചേരുന്നത് അള്ളാഹുവിൻ്റെ അറിവിലേക്കാണ്.
ഇപ്പം ഹദീസായാലും ഫിഖ് അഖീദയായാലും ഏത് വിഷയം എടുത്താലും അള്ളാഹുവിനെ അറിയാനാണ് അത് നമ്മുടെ അവസാനമായി അത് എത്തിക്കുന്ന കാര്യം. ആ അള്ളാഹുവിനെ അറിയാൻ ഏറ്റവും യോഗ്യമായിട്ടുള്ള മാർഗം അവൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും മനസ്സിലാക്കലാണ്. അവൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും മനസ്സിലാക്കലാണ്. എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ചും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെയും കുറിച്ച് അറിയാത്ത ഒരാൾക്ക് അള്ളാഹുവിനെ അറിഞ്ഞവനാണെന്ന് പറയാൻ സാധിക്കുക? അറിയില്ല, അത് പറയാൻ സാധിക്കില്ല. അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് അവൻ അറിയില്ല, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ച് ഒരാൾക്ക് അറിയില്ല. അവനെങ്ങനെയാണ് അവൻ്റെ ഇലാഹിനെ, അവൻ്റെ റബ്ബിനെ കുറിച്ച് അറിവുള്ളവനാവുക? ഒരിക്കലും ആവില്ല. എങ്ങനെയാണ് അവൻ്റെ ഈമാനിൽ വർധനമുണ്ടാവുക? അവൻ വെറുതെ ഇരുന്ന് അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് ആലോചിച്ചാൽ തന്നെ അവൻ്റെ ഈമാൻ വർദ്ധിക്കും. കാരണം അത്രത്തോളം അള്ളാഹുവിലേക്ക് അടുപ്പം ലഭിക്കുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും മനസ്സിലാക്കുക. അതൊരു തവണ പഠിച്ചാൽ തീരുന്നൊരു കാര്യമല്ല. അത് പഠിച്ച് ആവർത്തിച്ച് ചിന്തിച്ച് ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലേക്ക് ബന്ധിപ്പിച്ച് മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഖുർആനിൽ എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ച് ചർച്ചയുണ്ട്. അതിൽ ഏറ്റവും കൂടുതലുള്ള എന്താണ്? അള്ളാഹുവിനെ കുറിച്ചുള്ളതാണ്, അള്ളാഹുവിനെ കുറിച്ച് അറിയിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തും അതുപോലെ തന്നെ ശ്രേഷ്ഠമായ സൂറത്തുകളുമെല്ലാം അള്ളാഹുവിനെ കുറിച്ച് പറയുന്നതായിട്ടുള്ളത്. ഇപ്പൊ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തുൽ കുർസിയിൽ എന്താ ഉള്ളത്? അള്ളാഹുവിന്റെ നാമങ്ങൾ, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ. അതാണ് അതിന് പ്രത്യേകം ഫദ്ൽ വന്നിട്ടുള്ളത്. അല്ലാഹു തആല പറഞ്ഞു, ഖുൽ ഇദ്ഉല്ലാഹ ഔ ഇദ്ഉർ റഹ്മാൻ അയ്യമ്മാ തദ്ഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന. നിങ്ങൾ അള്ളാഹ് എന്നോ റഹ്മാൻ എന്നോ വിളിച്ചുകൊള്ളുക. നിങ്ങൾ ഏത് നാമം കൊണ്ടും ഇത് വിളിച്ചാലും, ഈ രണ്ട് നാമത്തിൽ വിളിച്ചാലും അവനാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള നാമങ്ങളുള്ളത്. സഹോദരങ്ങൾ, നമ്മൾ ശരിക്ക് നമ്മുടെ ജീവിതത്തിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കണം, അത് വായിക്കണം, അതിനെക്കുറിച്ച് കേൾക്കണം, ഓരോ നാമത്തെയും അതിൻ്റെ ആശയങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. അത് മനസ്സിലായിക്കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ മാറ്റം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും, അതിൻ്റെ മാറ്റം നമുക്കറിയാൻ സാധിക്കും. ഓരോ അള്ളാഹുവിൻ്റെ നാമങ്ങൾ അറിയുന്ന, വിശേഷങ്ങൾ അറിയുന്ന ഒരുവന് അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ പരീക്ഷണങ്ങളിലാവട്ടെ ഇതിൻ്റെ പിന്നിലുള്ള അള്ളാഹുവിൻ്റെ നാമത്തെ മനസ്സിലാക്കാൻ അവന് സാധിക്കും. അങ്ങനെ അള്ളാഹുവിനെ അറിയാൻ അവന് ഉപകാരപ്പെടുന്ന കാര്യമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലില്ലാഹി 99 ഇസ്മാ. അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. 100 ഇല്ലാ വാഹിദ മൻ അഹ്സാഹാ ദഖലൽ ജന്ന. ആരാണോ ഈ നാമം ഇഹ്സാ ചെയ്യുന്നത് അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. എന്താണ് ഇഹ്സാ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പണ്ഡിതന്മാർ പറഞ്ഞു 3 കാര്യങ്ങളാണ് ഇഹ്സാ എന്ന് പറഞ്ഞാൽ. 3 കാര്യങ്ങളാവുമ്പോഴാണ് ഇഹ്സാ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, അത് ഹിഫ്ളാക്കുക എന്നുള്ളത്, അള്ളാഹുവിൻ്റെ നാമങ്ങൾ ആ പേരെന്താണെന്ന് പഠിക്കുക എന്നുള്ളത്. 2, അതിൻ്റെ ആശയം എന്താണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളത്, അതിനുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആശയം എന്താണ്. 3, അതുകൊണ്ട് ഇബാദത്ത് ചെയ്യുക എന്നത്. ഈ 3 കാര്യങ്ങൾ. ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ അള്ളാഹുവിനെ അസ്സമീ എന്നുള്ള നാമം, അപ്പൊ അള്ളാഹു സമീ ആണ്, അള്ളാഹുവിന്റെ നാമമാണ് സമീ, മനസ്സിലായി. രണ്ടാമത്തേത് അതിൽ ഉൾക്കൊണ്ടിട്ടുള്ള വിശേഷണം സംഅ്, അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, ഭാഷ വ്യത്യാസമില്ലാതെ, ശബ്ദത്തിന്റെ ഏറ്റക്കുറവുകൾ വ്യത്യാസമില്ലാതെ, കാലവ്യത്യാസമില്ലാതെ എല്ലാം കേൾക്കുന്നവനാണ്. അതിന്റെ ആശയം മനസ്സിലാക്കി. ഇതുകൊണ്ട് ഇബാദത്ത് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്നുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവന്റെ സംസാരിക്കുന്ന വാക്കുകൾ, അവൻ കേൾക്കുന്ന കാര്യങ്ങൾ എന്നീ കാര്യങ്ങളെല്ലാം അവൻ ശ്രദ്ധിക്കും. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതാണോ ആ കാര്യങ്ങൾ മാത്രം ഒഴുകും. അങ്ങനെ അത് ശ്രദ്ധിക്കുമ്പോൾ അവൻ ആ നാമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇബാദത്ത് ചെയ്തവനായി. ഓരോ നാമവും അങ്ങനെയാണ്. അങ്ങനെ ഇബാദത്ത് ചെയ്താലോ ഏറ്റവും പരിപൂർണമായ ഈമാനുള്ളൊരു വ്യക്തിയായിട്ട് മാറും. അപ്പൊ രണ്ടാമത്തെ കാരണം അസ്മാഉൽ ഹുസ്ന, അത് പഠിക്കലും മനസ്സിലാക്കലുമാണ്. അത് അഅ്ളമു അസ്ബാബി സിയാദത്തിൽ ഈമാൻ വർദ്ധിക്കാൻ മഹത്തായിട്ടുള്ള ഒരു കാരണമാണ്. മൂന്നാമത്തെ ഒരു കാരണം അത്തഅമ്മുലു ഫീ സീറത്തിൻ നബിയിൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ഉറ്റാലോചിക്കുകയും ചെയ്യുക എന്നുള്ളത്, അത് ഈമാനിൽ വർധനവുണ്ടാക്കുന്ന കാര്യമാണ്. നമ്മുടെ ആളുകളിൽ പലപ്പോഴും ഇല്ലാതെ പോകുന്ന, ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണത്. കാരണം ഖുർആനിന്റെയും ഹദീസിന്റെയും ലഫ്ളുകളെ അത് എങ്ങനെയാണ് പ്രാക്ടിക്കലായി ജീവിതത്തിൽ കൊണ്ടുവരിക, അതെങ്ങനെയാണ് പ്രാവർത്തികമാക്കുക എന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് ആരിലൂടെ സാധിക്കുകയുള്ളൂ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാധിക്കുകയുള്ളൂ.
ഇപ്പോ മനുഷ്യരുടെ മേലെ ഈ ഖുർആനും ഹദീസുകളും എല്ലാം അടിച്ചേൽപ്പിക്കുന്ന കൽപ്പനകളായി മാത്രം അറിയിക്കേണ്ട ഒരു കാര്യമായിരുന്നെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മലക്കുകളെ അയച്ചാൽ മതി റസൂലായിട്ട്. മനുഷ്യരിൽ നിന്ന് തന്നെ റസൂലുകളെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ് അള്ളാഹു തആല പറഞ്ഞത്? ഇവിടെയുള്ള മനുഷ്യരാണ്. ഇവിടെയുള്ള മനുഷ്യർക്ക് ഈ ദീനിനെ പ്രാവർത്തികമായി കാണിച്ചു കൊടുക്കുന്ന ആളിലൂടെ മാത്രമേ ഈ ദീനി നിയമങ്ങൾ കാണിക്കാൻ സാധിക്കുകയുള്ളൂ, പഠിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനുഷ്യരിൽ നിന്ന് തന്നെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. എല്ലാ റസൂലിനെയും മനുഷ്യരിൽ നിന്ന് തന്നെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പൊ ആ റസൂലിന്റെ ജീവിതം, റസൂലിന്റെ സ്വഭാവ ഗുണങ്ങൾ, റസൂലിന്റെ പെരുമാറ്റം, റസൂലിന്റെ ഇബാദത്തുകൾ, റസൂലിന്റെ ഓരോ ഗുണങ്ങളും അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് വഴി ഒരാൾ ഈമാനിൽ വളരും. കാരണം മനുഷ്യനായിട്ടുണ്ടായിരുന്ന ഒരാൾ, ഇപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞു? ഖുർആനായിരുന്നു സ്വഭാവം, ഖുർആനായിരുന്നു സ്വഭാവം. ഖുർആൻ എന്നുള്ള ആ ലഫ്ളുകൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവമായിരുന്നു പറയുമ്പോൾ അത് പ്രാവർത്തികമായി കാണിച്ചു തരുന്ന ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം പഠിക്കൽ, അത് ചിന്തിക്കൽ നമ്മുടെ ഈമാനിൽ വർധനമുണ്ടാവും. ധാരാളം നമുക്ക് സീറയുടെ ദർസുകൾ അൽഹംദുലില്ലാ ഉസ്താദുമാർ നമുക്ക് ലഭിക്കും. അതല്ലെങ്കിൽ സ്വീകാര്യമായിട്ടുള്ള ട്രാൻസ്ലേഷൻസ് മലയാളത്തിലോ അതുപോലെ ഇംഗ്ലീഷിലോ അറബി അറിയാത്തവർക്ക് കിതാബുകൾ നമുക്ക് ലഭിക്കും. അങ്ങനെയുള്ള കിതാബുകൾ വായിക്കുന്നത് വഴി, അത് ചിന്തിക്കുന്നത് വഴി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സീറ പഠിക്കുന്നത് വഴി നമുക്ക് ജീവിതത്തിൽ ഈമാൻ, ഇതൊക്കെ നമുക്ക് ഒരു സമയം നിശ്ചയിച്ച് ചെയ്താൽ എളുപ്പമായിരിക്കും. ഇപ്പം ഏതെങ്കിലും നല്ലൊരു സീറയുടെ ദർസ്, ഓരോ ആളുകൾ വ്യത്യസ്തമായി, ചിലർക്ക് കേൾക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് വായിക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പം എന്താണോ ഇഷ്ടമുള്ളത് അതിൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന ലഭിക്കുന്ന സീറയുടെ പിന്നെ ദർസുകൾ, അതിൽ കളവ് കൂട്ടിക്കിടത്തില്ല, ഇല്ലാത്ത കഥകൾ ഉണ്ടാകില്ല, വാഫുകൾ ഉണ്ടാകില്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന ആളുകളുടെ സീറയുടെ പിന്നെ ഓഡിയോ ഉണ്ടെങ്കിൽ നമ്മുടെ ഉസ്താദുമാരുടെയൊക്കെ ഉണ്ടാവും. അത് കേൾക്കുക. അതൊരു ദിവസത്തിൽ കുറച്ച് കേട്ടാൽ മതി. ഒരാഴ്ച കൊണ്ടൊക്കെ കേട്ട് തീർക്കണം എന്നല്ല, കുറച്ച് ഒരു 2 ദിവസത്തിൽ ഒരു ദർശോ അങ്ങനെ. അല്ലെങ്കിൽ പുസ്തകം വായിക്കുകയാണെങ്കിൽ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ നമ്മുടെ സമയം 1-2 പേജ് വായിച്ചാൽ മതി. 1-2 പേജ് വായിക്കുക. അങ്ങനെ വായിച്ചു തീർത്ത് വീണ്ടും അടുത്തൊരു കിതാബ് അല്ലെങ്കിൽ ഈ കിതാബ് തന്നെ വീണ്ടും വായിക്കുക. ഇത് നമ്മുടെ ഈമാനിൽ വലിയ ഗുണം ചെയ്യും. സലഫുകൾ അവരുടെ മക്കൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം ധാരാളമായി പറഞ്ഞു കൊടുക്കുമായിരുന്നു, അവർ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. എന്നിട്ട് സലഫുകൾ പറഞ്ഞു കാണാം, സൈനുൽ ആബിദീൻ അലി ഇബ്നു ഹുസൈൻ റഹിമഹുല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയുടെ പുത്രനാണ്. അവിടുന്ന് അദ്ദേഹം പറഞ്ഞു കാണാം, കുന്നാ നുഅല്ലമു മഗാസി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കമാ നുഅല്ലമു സൂറത്ത് മിനൽ ഖുർആൻ. അവർ പറയാണ്, ഞങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലെ ഓരോ സംഭവങ്ങൾ, ചരിത്രം ഞങ്ങളെ പഠിപ്പിക്കുമായിരുന്നു. ഏതുപോലെ? ഖുർആൻ ഞങ്ങളെ പഠിപ്പിക്കുന്നത് പോലെ, ഖുർആൻ ഞങ്ങൾക്ക് പഠിപ്പിക്കുന്നത് പോലെ ഈ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം അവരുടെ ഉപ്പമാർ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അതോ താബീങ്ങളിലും സൽഫുകളിലും ഉണ്ടായിരുന്ന രീതിയായിരുന്നു അത്. അടുത്ത കാരണം മഅരിഫതു മഹാസിനി ദീനിൽ ഇസ്ലാമി, ഇസ്ലാം ദീനിന്റെ മേന്മകൾ അതിനെക്കുറിച്ച് അറിയുക എന്നുള്ളത്, അതിനെ മനസ്സിലാക്കുക എന്നുള്ളത്, ഇത് ഈമാൻ വർദ്ധിക്കാൻ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അതായത് നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ ദീനുണ്ടല്ലോ, ഇസ്ലാം എന്നുള്ളത്, അതിൻ്റെ നിയമങ്ങളെക്കുറിച്ച് ആലോചിക്കലും അതിൻ്റെ നിയമവ്യവസ്ഥകളെ മനസ്സിലാക്കലും നമ്മൾ അത്ഭുതപ്പെടുത്തും. കാരണം ഇങ്ങനൊരു ദീന്, ഇങ്ങനൊരു നിയമം ഒരു മനുഷ്യനെ കൊണ്ട് ഉണ്ടാക്കാനേ സാധിക്കില്ല. കാരണം അത്രയധികം കൃത്യമായിട്ട് മനുഷ്യന്റെ ആവശ്യങ്ങളെ സംരക്ഷിക്കുന്ന രീതിയിൽ അത്ര കൃത്യമായിട്ടാണ് ഇസ്ലാമിന്റെ നിയമങ്ങളുള്ളത്. ഒരു മനുഷ്യന്റെ പ്രധാനമായിട്ടും സംരക്ഷിക്കപ്പെടേണ്ട അവന്റെ ദീന്, അവന്റെ ബുദ്ധി, അതുപോലെ തന്നെ അവന്റെ സമ്പത്ത്, അവന്റെ അഭിമാനം, അതുപോലെ അവന്റെ ആരോഗ്യം, അവന്റെ അങ്ങനെയുള്ള നിർബന്ധമായി സംരക്ഷിക്കപ്പെടേണ്ട അവന്റെ ജീവൻ, ഇങ്ങനെയുള്ള ഈ 5 കാര്യങ്ങളെ ഈ സംരക്ഷിക്കുന്ന നിയമങ്ങളാണ് ദീനിലുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇസ്ലാമിനെ പോലെ വിവാഹത്തിൻ്റെയോ ത്വലാഖിൻ്റെയോ പോലെ നിയമങ്ങളുള്ള വേറെ ഏതൊരു ലോകത്തുള്ള മനുഷ്യനുണ്ടാക്കിയതോ അല്ലെങ്കിൽ അല്ലാത്തതാണെന്ന് പറയുന്നതോ ആയിട്ടുള്ള ഏതെങ്കിലും ചിന്തകളോ പ്രത്യയശാസ്ത്രങ്ങളോ ദീനോ മുന്നിലെടുത്തോട്ടെ, എന്തുമായിട്ടും വന്നോട്ടെ, ഇസ്ലാം പോലെ ഒരു മനുഷ്യന് സംരക്ഷണം നൽകുന്ന, എല്ലാ കാര്യത്തിനും സംരക്ഷണം നൽകുന്ന വേറെ ഏത് ദീനാണുള്ളത്, വേറെ ഏത് നിയമമാണുള്ളത്? ഒരാൾക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. ഇസ്ലാമിനെ പോലെ മഹത്തായ ഇബാദത്തുകളുള്ള വേറെ ഏത് ദീനാണുള്ളത്?
നിസ്കാരം ആലോചിച്ച് നോക്കി, നോമ്പ് ആലോചിച്ച് നോക്കി, സക്കാത്ത് ആലോചിച്ച് നോക്കി, ഓരോ ഇബാദത്തുകൾ ആലോചിച്ച് നോക്കി. ഇസ്ലാമിനെ പോലെ ഇത്രയും മനോഹരമായിട്ടുള്ള ഇബാദത്തുകളുള്ള, ഓരോ ആളുകൾക്ക് ഓരോ തരത്തിലുള്ള ആരാധനാ കർമ്മങ്ങളുണ്ടല്ലോ, ഈ ഇസ്ലാമിനെ പോലെയുള്ള ആർക്ക് ഇല്ല. ഇസ്ലാമിന്റെ നിയമങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും പഠിക്കുകയും ആലോചിക്കുകയും വഴി, അത് മനസ്സിലാക്കുകയും വഴി ഈമാൻ വർദ്ധിക്കാനുള്ള പ്രധാനമായിട്ടുള്ള കാരണമാണ് ഇസ്ലാമിന്റെ വിശ്വാസം. ഒന്ന് ആലോചിച്ച് നോക്കി, തൗഹീദ് ആലോചിച്ച് നോക്കി, എന്തൊരു മനോഹരമാണ് തൗഹീദ് എന്നുള്ളത്. അതുപോലെ മറ്റു ഏത് കാര്യം, നമ്മുടെ ഇലാഹിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യം ആലോചിച്ചാലും അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അല്ലാഹു തആല പറഞ്ഞു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അല്ലാഹു തൃപ്തിപ്പെട്ട് നൽകിയ, പൂർത്തീകരിച്ച് നൽകിയ ഒരു ദീനാണിത്. അതുകൊണ്ട് ആരുടെ മുമ്പിലും, ഇസ്ലാമുമായിട്ട് നമുക്ക് ആരുടെ മുമ്പിലും നിൽക്കാം. ഇസ്ലാമിന്റെ നിയമങ്ങളെ തകർത്ത് കളയാൻ സാധിക്കുന്ന, അതിൻ്റെ കുറവുകളെ കാണിക്കാൻ സാധിക്കുന്ന വേറെ ഏതെങ്കിലും ഒരു നിയമം, ആളുകൾ ചിലപ്പോൾ ഇങ്ങനെ പറയും അത് അങ്ങനെയാണ് ഇതിങ്ങനെയാണ് എന്നുള്ളത് പറയുന്നല്ലാതെ ഇതിനേക്കാൾ നല്ലൊരു നിയമം അവർ കൊണ്ടുവരട്ടെ. മനുഷ്യരുണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇവിടെ ഭൂമിയിൽ ഉള്ളതോ ആയിട്ടുള്ള, പണ്ട് മുതലേ ഉണ്ട് എന്ന് പറയുന്ന എല്ലാം കൊണ്ടുവന്നോട്ടെ. ഇസ്ലാം നൽകുന്നത് പോലെ ഒരു മനുഷ്യന് ഏറ്റവും സംരക്ഷണവും സുരക്ഷിതത്വവും നൽകുന്ന വേറെ ഏത് നിയമമാണ് ആർക്കാണ് കൊണ്ടുവരാൻ സാധിക്കുക? അവരെ ചർച്ചയ്ക്കേ നിൽക്കൂല, കാരണം സാധിക്കൂല. കാരണം ഒരിക്കലും സാധിക്കാത്ത കാര്യമാണ്. അത് നമ്മുടെ ഈമാനിനെ ദൃഢപ്പെടുത്തുന്ന, വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. അടുത്തത് ഖിറാഅത്തു സീറി സലഫി സ്വാലിഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ പഠിക്കുന്നത് പോലെ തന്നെ സലഫു സ്വാലിഹീങ്ങളുടെ, സ്വഹാബികളുടെയും അതുപോലെ അവർ ശിഷ്യന്മാരായിട്ടുള്ള താബിഈങ്ങളെയും അവർ ശിഷ്യന്മാരായിട്ടുള്ള തബഉ താബിഈങ്ങളെയും ഉൾക്കൊള്ളുന്ന സലഫു സ്വാലിഹീങ്ങളുടെ ചരിത്രം പഠിക്കുക എന്നത്, അത് നമ്മുടെ ഈമാനിൽ വർധനമുണ്ടാക്കും. ഏറ്റവും ഉപകരിക്കുന്ന മറ്റൊരു കാര്യമാണത്. കാരണം നമ്മൾ ചിന്തിച്ചാൽ മതി, ഏതെങ്കിലും സ്വഹാബികളുടെ ചരിത്രം കേൾക്കുമ്പോൾ അവർ ജീവിതത്തിൽ കാണിച്ച ത്യാഗം, അവർ ജീവിതത്തിൽ നേരിട്ട പരീക്ഷണങ്ങൾ, അവർക്കുണ്ടായിരുന്ന ക്ഷമ, അതുപോലെയുള്ള കാര്യങ്ങൾ, അതല്ലെങ്കിൽ ആ സ്വഹാബികളുടെ ജീവിതത്തിൽ അവർ ചെയ്ത സൽക്കർമ്മങ്ങൾ, അവരുടെ ഇബാദത്തുകൾ, അവരുടെ സ്വഭാവ ഗുണങ്ങൾ, ഇത് കേൾക്കുന്നത് വഴി ഇതിലൂടെ എല്ലാം നമ്മുടെ ഈമാനിൽ ഒരു വർധനമുണ്ടാകുന്നത് നമുക്ക് അറിയാൻ സാധിക്കും. ഇപ്പോൾ ശ്രേഷ്ഠരായിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആവട്ടെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആവട്ടെ, ഖുലഫാഉർ റാഷിദീങ്ങളോ സ്വഹാബികളോ അവരുടെ ചരിത്രവും പഠിക്കുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാവണം. അത് കേൾക്കാം, വായിക്കാം, സ്വഹീഹായിക്കൊണ്ട് ലഭിക്കുന്ന, നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന അവരുടെ അസറുകൾ, അവരുടെ സംസാരങ്ങൾ തന്നെ നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കും. അവരുടെ ചരിത്രങ്ങൾ പോലെ തന്നെ അവർ പറഞ്ഞ വാക്കുകൾ തന്നെ നമ്മുടെ ഈമാനിൽ വർധനമുണ്ടാകാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ, വിശ്വാസത്തിലും കർമ്മത്തിലും സംസ്കാരത്തിലും എപ്പോഴും മാറ്റിവെക്കേണ്ട ആളുകളാണ് സലഫു സ്വാലിഹീങ്ങൾ. അവരുടെ ജീവിതം അറിയാതെ എങ്ങനെയാണ് നമുക്ക് അവരുമായിട്ട് താരതമ്യം ചെയ്യാൻ സാധിക്കുക? അവരുടെ ജീവിതം മനസ്സിലാക്കാതെ അത് ഈമാൻ വർദ്ധിക്കാൻ കാരണമാകുന്ന കാര്യമാണ്. ഒരു കവി പാടിയ ബൈത്തുകൾ കാണാം. കര്രിർ അലയ്യ ഹദീസഹും യാ ഹാദി. നയിക്കുന്നവനെ അവരെ കുറിച്ചിട്ടുള്ള വാക്കുകൾ എന്നോട് ആവർത്തിച്ച് പറയൂ. ഫഹദീസുഹും യജ്ലു അൽ ഫുആദ അസ്സാദി. അവരുടെ ആ ചരിത്രങ്ങൾ കേൾക്കുക എന്നുള്ളത് എൻ്റെ ഖൽബിനെ കൂടുതൽ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു കാര്യമാണ്, കൂടുതൽ ഉറപ്പിച്ചു നിർത്തുന്ന കാര്യമാണ്. നാം പലപ്പോഴും പറയാറുണ്ട്, ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ സയ്യിദുൽ ഖാത്തിറിൽ എന്ന അദ്ദേഹത്തിന്റെ സയ്യിദുൽ ഖാത്തിർ എന്നുള്ള കിതാബിൽ പറയുന്ന ഒരു കാര്യം, ഇടയ്ക്കെല്ലാം നിങ്ങൾ സലഫുകളുടെ ചരിത്രമുള്ള കിതാബുകൾ എടുത്തുകൊണ്ട് നിങ്ങളൊന്ന് മാറിയിരിക്കണം. എന്നിട്ട് ആ കിതാബുകളിലുള്ള ആളുകളോടൊപ്പം മാത്രം ഒഴിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ അവരുടെ ചരിത്രങ്ങൾ വായിച്ചിരിക്കണം. എന്നിട്ട് അവരുമായിട്ട് നിങ്ങളെ താരതമ്യം ചെയ്യണം. ചില മുൻഗാമികൾ അവർ ഒറ്റയ്ക്ക് മാറിയിരിക്കുമ്പോൾ അവരോട് ചോദിക്കും, നിങ്ങൾക്ക് ആരാണ് കൂട്ടുള്ളത്? ഈ കിതാബുകളാണ് ഇതിൻ്റെ സമയം ചെലവഴിക്കാനുള്ളത്, അല്ല കൂട്ടായിട്ട് അതിലുള്ള ആളുകളാണ് എന്ന് പറയും. അവരുടെ ചരിത്രങ്ങൾ വായിക്കുകയും അതുപോലെ തന്നെ അവരുമായി താരതമ്യം ചെയ്യുക എന്നുള്ളത് നമുക്ക് അത് വായിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അമല് ചെയ്യാൻ, സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള പ്രോത്സാഹനം ലഭിക്കും, പാവങ്ങൾ ഒഴിവാക്കാനുള്ള പ്രോത്സാഹനം ലഭിക്കും, കൂടുതൽ നമ്മുടെ വിശ്വാസത്തിൽ ദൃഢത കൈവരിക്കാൻ സാധിക്കും. മുഹമ്മദ് ഇബ്നു യൂനുസ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു കാണാം, മാ റഅയ്തു ലിൽ ഖൽബി അൻഫഅ മിൻ ദിക്രി സ്സാലിഹീൻ. സ്വാലിഹീങ്ങളെ അവരുടെ ചരിത്രങ്ങൾ മറ്റും പഠിക്കുന്നതും വായിക്കുന്നതിനേക്കാൾ ഖൽബിന് ഉപകാരപ്രദമായിട്ടുള്ള, ഏറ്റവും ഉപകാരപ്പെട്ടിട്ടുള്ള മറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് കാണാം. അപ്പോൾ സ്വാലിഹീങ്ങളുടെ കിതാബുകൾ
അത് അവരുടെ ചരിത്രമുള്ള കിതാബുകൾ ധാരാളമുണ്ട്, അറബിയിൽ ധാരാളമുണ്ട്. ഇമാം ദഹബിയുടെ സീർ, അതുപോലെ ഇബ്നുൽ ജൗസിയുടെ സിഫത്തു സഫ, അതുപോലെ ഹില്യത്തുൽ ഔലിയ, ധാരാളം കിതാബുകളുണ്ട്. അങ്ങനെ പിന്നെ അതിൻ്റെ ദർസുകൾ ലഭിക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ മലയാളത്തിൽ എഴുതിയിട്ടുള്ള സ്വഹീഹായിട്ടുള്ള നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന അതുപോലെ ചരിത്രങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക. മറ്റൊന്ന് ഈമാൻ വർദ്ധിക്കാനുള്ള കാരണം അത്തഅമ്മുൽ ഫീ ആയാത്തില്ലാഹിൽ കൗനിയ്യ, ഭൗതികമായിട്ടുള്ള അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ഉറ്റാലോചിക്കുക. അഥവാ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ, സൂര്യൻ, ചന്ദ്രൻ, പക്ഷികൾ, ജന്തുജീവജാലങ്ങൾ, ഭൂമി, അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങൾ, നമ്മുടെ സ്വന്തം തന്നെ നമ്മുടെ ശരീരം തന്നെയും ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ, നമ്മുടെ സൃഷ്ടിപ്പ്, നമ്മുടെ വളർച്ച, അങ്ങനെ തുടങ്ങി എന്തെല്ലാം കാര്യങ്ങളുണ്ടോ സൃഷ്ടിപ്പുകളായിട്ട് ഒരു പക്ഷിയെ കാണുമ്പോൾ ആലോചിക്കുക അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്. ആകാശഭൂമികളുടെ ഓരോ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുക, ഇതിൻ്റെ സൃഷ്ടിപ്പ് എങ്ങനെയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും ആലോചിക്കുന്നത് ഈമാനിൽ വർധനവുണ്ടാവും. നമ്മളറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിയായിരുന്നു രാത്രി നിസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തിലേക്ക് നോക്കും. എന്നിട്ട് ഈ ആയത്തുകൾ സൂറത്ത് ആലി ഇമ്രാനിലെ 190 മുതൽ ആയത്തുകൾ പാരായണം ചെയ്യും. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. അല്ലാഹു ബുദ്ധിയുള്ളവർക്ക് ദൃഷ്ടാന്തമാണ് ഈ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്, അതിനകത്തുള്ള ഓരോ കാര്യങ്ങളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാത്രിയിൽ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരവിടെ രാത്രി നിസ്കാരത്തിന് എണീറ്റ് ആകാശത്ത് നോക്കും, ഇത് പാരായണം ചെയ്യും. പിന്നെ ഉറങ്ങിയിട്ട് പിന്നെ എഴുന്നേറ്റാൽ പിന്നെ ആകാശത്ത് നോക്കും, പിന്നെ ഇത് പാരായണം ചെയ്യും. പിന്നെ ഉറങ്ങി പിന്നെ എഴുന്നേൽക്കുമ്പോൾ പിന്നെ ആകാശത്ത് നോക്കും, ഇത് പാരായണം ചെയ്യും. ഈ ആയത്തിറങ്ങിയ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പാരായണം ചെയ്ത് ഫജ്ർ വരെ കരഞ്ഞതായിട്ടുള്ള റിവായത്ത് കാണാം ഈ ആയത്തിറങ്ങിയ സന്ദർഭത്തിൽ. അപ്പോൾ ആ ഉറ്റാലോചിക്കുക, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു അത്ഭുതമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഈ സൂര്യനെ കാണുന്നു, അതിനപ്പുറത്തേക്ക് മനുഷ്യന്റെ ശാസ്ത്രത്തിൻ്റെയും എല്ലാം കണ്ടുപിടുത്തത്തിൽ തന്നെ കോടാനുകോടി നക്ഷത്രങ്ങളും അതുപോലെ എത്രയോ കാര്യങ്ങൾ. അതിൽ വെച്ച് ഭൂമിയെ നോക്കിയാണ് ഭൂമി ഒന്നുമില്ല. ഈ ഭൂമിയിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കായ്കനികൾ, ചെടികൾ, അതുപോലെ എല്ലാം പിന്നെ കാര്യങ്ങൾ. നമ്മുടെ സ്വന്തം ശരീരം ആലോചിച്ച് നോക്കി, നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ തന്നെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു അത്ഭുതമാണത്. ഇത് ആലോചിക്കുന്നത് ഒരാളുടെ ഈമാനിൽ വർധനവുണ്ടാക്കും. അല്ലാഹു തആല പറഞ്ഞു, വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തത്തിൽ തന്നെ നിങ്ങൾക്ക് ഉൾക്കാഴ്ച ഉണ്ടാകുന്ന കാര്യങ്ങൾ നിങ്ങളൊന്നും നോക്കുന്നില്ലേ, ഉറ്റാലോചിക്കുന്നില്ലേ. അതുപോലെ മറ്റൊരായത്തിൽ സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ് വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. അല്ലാഹു അതാ ദൃഷ്ടാന്തങ്ങളെ വെച്ചിട്ടുണ്ട്, അവരുടെ സ്വന്തത്തിലും അവരുടെ ചുറ്റുമെല്ലാം ദൃഷ്ടാന്തങ്ങളുണ്ട്. ഈ ദീൻ, ഈ ഖുർആൻ ഇത് ഹക്കാണെന്ന് മനസ്സിലാക്കാൻ അതിനുള്ള കാര്യങ്ങൾ അവരുടെ ചുറ്റും അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന് അല്ലാഹു തആല പറഞ്ഞു കാണാം. ഒരു കവി എഴുതിയ ബൈത്തിൽ കാണാം, വലില്ലാഹി ഫീ കുല്ലി തഹ്രീകത്തിൻ വതസ്കീനത്തിൻ അബദൻ ഷാഹിദു. ഭൂമിയിൽ നടക്കുന്ന എല്ലാ ചലനത്തിലും, എല്ലാ ചലനമില്ലാത്ത അവസ്ഥയിലും കാര്യങ്ങളിലും എല്ലാം ഒരു തെളിവുണ്ട്. വഫീ കുല്ലി ഷൈഇൻ ലഹു ആയ, ഓരോ കാര്യത്തിലും ദൃഷ്ടാന്തമുണ്ട്. തദുല്ലു അലാ അന്നഹു വാഹിദു, അള്ളാഹു ഏകനാണ് എന്നറിയിക്കുന്ന, ഏകനായൊരു സൃഷ്ടാവ് അതിനു പിന്നിലുണ്ട് എന്നറിയിക്കുന്ന കാര്യങ്ങൾ. മറ്റൊരു കാരണം ഈമാൻ വർദ്ധിക്കാനുള്ളത് ത്വാഅത്തുല്ലാഹി വംതിസാലു അംരിഹി, അള്ളാഹുവിനെ അനുസരിക്കലും അവന്റെ കൽപ്പനകൾ ജീവിതത്തിൽ കൊണ്ടു നടക്കലും എന്നുള്ളത്. അള്ളാഹുവിനെ അനുസരിച്ചാൽ മാത്രമാണ് സഹോദരങ്ങളെ ഈമാൻ വർദ്ധിക്കുകയുള്ളൂ. അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഹറാമുകൾ മുഴുകിക്കഴിഞ്ഞാൽ ഈമാനിൽ വർധനമുണ്ടാകും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. പല ആളുകളും അവർ വിചാരിക്കാറുണ്ട് ഈമാൻ വർദ്ധിക്കുന്നില്ല, ആദ്യകാലത്തുള്ള പോലെ ഈമാൻ എനിക്ക് ലഭിക്കുന്നില്ല, ഈമാന്റെ ആസ്വാദനം ലഭിക്കുന്നില്ല. ആദ്യകാലത്ത് ചെയ്യുന്ന കർമ്മങ്ങൾ ചിലപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല, ആദ്യകാലത്ത് ചെയ്യാത്ത പാപങ്ങൾ അവൻ്റെ ജീവിതത്തിൽ കടന്നുകൂടിയിട്ടുണ്ടാകും. പിന്നെ എങ്ങനെയാണ് ഈമാനിൽ വർധനമുണ്ടാവുക? അള്ളാഹുവിനെ അനുസരിക്കാതെ ഈമാനിൽ വർധനമുണ്ടാവില്ല. അത് നിസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, ദാനധർമ്മങ്ങളാവട്ടെ, തസ്ബീഹുകൾ, തഹ്ലീലുകൾ, അതുപോലെ എന്ത് കാര്യങ്ങളാവട്ടെ. അമാലുകൾ 3 തരത്തിലാണ്. ഒന്നാമത്തേത് അമാലുൽ ഖൽബ്, ഖൽബിന്റെ അമാലുകൾ, അഥവാ ഖൗഫ്, റജാ, ഹുബ്ബ്, ഖശിയത്ത്, ഇനാബത്ത്, തവക്കുല്, ഖൽബുമായി ബന്ധപ്പെട്ടിട്ടുള്ള അമലുകൾ, അതിനെ ശക്തിപ്പെടുത്തണം. രണ്ടാമത്തേത് അമാലുൽ ലിസാൻ, നാവ് കൊണ്ടുള്ളതാണ്. തസ്ബീഹുകൾ, തഹ്ലീലുകൾ, ഖുർആൻ പാരായണം, മറ്റുള്ള ദിക്റുകൾ, നന്മ കൽപ്പിക്കൽ, തിന്മ വിരോധിക്കൽ, അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം അതിൽ പെട്ടു. മൂന്നാമത്തേത് അമാലുൽ ജവാരിഹ്,
അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന നിസ്കാരം, അതിൽ തന്നെ സമ്പത്ത് കൊണ്ടുള്ളത് ഉൾക്കൊണ്ടാൽ സദഖ, അതുപോലെ തന്നെ ബാക്കിയുള്ള അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ, തവാഫ്, അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം, ഈ കർമ്മങ്ങൾ ചെയ്യുന്നത് വഴി നമ്മുടെ ഈമാൻ വർദ്ധിക്കും. നമുക്കറിയാം, ഫർളിനോടൊപ്പം നഫ്ലുകൾ എത്രത്തോളം വർദ്ധിക്കുന്നുവോ അത്രത്തോളം നമുക്ക് അള്ളാഹുലേക്ക് അടുക്കാനും അള്ളാഹുവിന്റെ ഇഷ്ടം നേടാനും സാധിക്കും. അതിനനുസരിച്ച് ഈമാനിന്റെ വർധനവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും. ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈമാൻ വർദ്ധിക്കാനുള്ള കാര്യങ്ങൾ. ഇതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഈമാനിനെ ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളത്. അത് മനസ്സിലാക്കിയാൽ മാത്രമാണ് ഇതുകൊണ്ട് ഉപകാരം ഉണ്ടാവുള്ളൂ. കാരണം രണ്ട് ഭാഗങ്ങളാണ്. ഒന്ന്, ഈമാൻ വർദ്ധിക്കാൻ, ശക്തിപ്പെടാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അത് ജീവിതത്തിൽ കൊണ്ടുവരണം. രണ്ട്, ഈമാൻ ദുർബലമാകുന്ന കാര്യങ്ങളെ ജീവിതത്തിൽ ഒഴിവാക്കുകയും വേണം. അപ്പൊ ഷർ എന്താണ്, പാപങ്ങൾ എന്താണ്, ദോഷം എന്താണ്, എന്റെ ഈമാൻ കുറക്കുന്ന കാര്യങ്ങൾ എന്താണ്, അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഈമാനിന്റെ വർധനവിനെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഒരു കവിവാടിയെ പോലെ, അറഫ്തു ശർറ ലാ ലിശ്ശർരി വലാകിൻ ലിതവഖീഹ്, ഞാൻ ഷെർ എന്താണെന്ന് പഠിച്ചു, മനസ്സിലാക്കി. ആ ഷെർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ ആ ഷെറിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്, സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. വമല്ലം യഅരിഫു ശർറ മിനൽ ഖൈരി യഖഉ ഫീഹി, ഖൈറും ഷെറും വേർതിരിച്ച് ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അവൻ ആ ഷെറിൽ പോയി ചാടും. അപ്പൊ എന്താണ് പാപങ്ങൾ, എന്താണ് തെറ്റ്, എന്താണ് ഷെറ് എന്നറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് നമ്മെ സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ഷെറുകൾ അഥവാ ഈമാനിനെ ദുർബലമാക്കുന്ന കാര്യങ്ങൾ രണ്ടിനങ്ങളായി തിരിക്കാം. ഒന്നാമത്തേത് അൽ അസ്ബാബുദ്ദാഖിലിയ, ഒരാളുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങൾ, ഒരു മനുഷ്യന്റെ അവന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന, അവന്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന കാരണങ്ങൾ. രണ്ടാമത്തേത് അൽ അസ്ബാബു വൽ അവാമിലുൽ ഖാരിജിയ, പുറത്തുനിന്നുണ്ടാകുന്ന കാരണങ്ങൾ. ഒന്ന്, അവന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന അവൻ്റെതായിട്ടുള്ള കാരണങ്ങൾ. രണ്ട്, പുറത്തു നിന്ന് വേറെ ആളുകൾ വഴി, വേറെ കാരണങ്ങൾ വഴി ഉണ്ടാകുന്ന കാര്യങ്ങൾ. ഈ രണ്ട് തരത്തിൽ ഈമാൻ ദുർബലപ്പെടുത്തുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് ഒരാളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന കാര്യങ്ങൾ പെട്ടതാണ്. ഒന്നാമത്തേത് ജഹ്ല്, അറിവില്ലായ്മ, ഇൽമിനെതിരായിട്ടുള്ളത്. ഈമാൻ വർദ്ധിക്കാൻ ഒന്നാമത്തെ കാരണം അറിവ് പറഞ്ഞു. ഈമാൻ ദുർബലമാകാൻ, ഇല്ലാതാകാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ് ജഹ്ല് എന്നുള്ളത്. ഈ ഇൽമിന്റെ സദസ്സുകളിൽ നിന്ന് അകറ്റുക എന്നുള്ളത്, അതിൽ നിന്ന് ആളുകളെ തടയുന്ന ആളുകളെ ഉലമാക്കൾ പറയാറുള്ളത് നുവാബു ശൈത്താൻ എന്നാണ്. ഭൂമിയിലുള്ള പിശാചിന്റെ പ്രതിനിധികളാണ് ഇൽമിൽ നിന്ന് ആളുകളെ തടയുന്ന ആളുകൾ. കാരണം ഇൽമില്ലാതായിക്കാൻ പിന്നെ ജഹ്ല് ഉണ്ടാവുള്ളൂ. ഇവിടെ ജഹ്ല് വ്യാപിച്ചു കഴിഞ്ഞാലോ ആളുകൾ മൃഗങ്ങളെക്കാൾ മോശമായിരിക്കും മനുഷ്യരുടെ അവസ്ഥ. അപ്പൊ ഇൽമില്ലാത്ത ആളുകൾ നമ്മൾ നോക്കി നോക്കി, അവർക്ക് എത്രത്തോളം തരം താഴാം, എത്രത്തോളം നിന്ദ്യമായ അവസ്ഥയിൽ അവരുടെ വിശ്വാസങ്ങളാവട്ടെ, കർമ്മങ്ങളാവട്ടെ, പ്രവർത്തനങ്ങളാവട്ടെ എത്രത്തോളം നിന്ദ്യമായ അവസ്ഥയിലായിരിക്കും. അപ്പോൾ ഇൽമില്ലാത്തൊരവസ്ഥ, ജഹ്ലുണ്ടാവുക എന്നുള്ളത് ഈമാനിനെ ദുർബലപ്പെടുത്തുന്ന കാര്യമാണ്. എപ്പോഴെല്ലാം ഹക്കിനെ നിഷേധിക്കുന്ന, പാപങ്ങളിൽ മുഴുകിപ്പോകുന്ന ആളുകളെ പറ്റി പറഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ജഹ്ലിനെ പറ്റി സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ നോക്കൂ, മൂസാ നബി അലൈഹിസ്സലാമിനോട് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖൗമ് മുശ്രിക്കീങ്ങൾക്കുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ഇലാഹിനെ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞ മറുപടി എന്താണ്? സൂറത്തുൽ അറാഫിലെ 138-ാമത്തെ ആയത്തിൽ കാണാം, ഖാലു യാ മൂസ ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, അവർക്ക് ഇലാഹുള്ള പോലെ ഞങ്ങൾക്കൊരു ഇലാഹിനാക്കി തരണം എന്ന് പറഞ്ഞു. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഖാല ഇന്നകും ഖൗമുൻ തജ്ഹലൂൻ, നിങ്ങൾ അറിവില്ലാത്ത ജഹ്ല് ബാധിച്ച ഒരു സമൂഹമാണ്. അതുപോലെ ലൂത്ത് നബി അലൈഹിസ്സലാം അവിടുത്തെ സമൂഹത്തിനോട് പറഞ്ഞ വാക്ക് സൂറത്തു നംലിലെ 53-54 ആയത്തുകളിൽ ആ ഭാഗത്ത് കാണാം, അഇന്നകും ലതഅതൂന الرجال شهوة من دون النساء, നിങ്ങൾ നിങ്ങളുടെ ഇച്ഛകൾ പൂർത്തീകരിക്കാൻ സ്ത്രീകളിലേക്കല്ലാതെ പുരുഷന്മാരുടെ അടുക്കലേക്കാണോ വരുന്നത്? ബൽ അൻതും ഖൗമുൻ തജ്ഹലൂൻ, നിങ്ങൾ ജഹ്ല് ബാധിച്ചൊരു സമൂഹമാണ്, അറിവില്ലാത്ത വിഡ്ഢികളായിട്ടുള്ള സമൂഹമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുത്തെ സമൂഹത്തിനോട് പറഞ്ഞത് എന്താണ്? സൂറത്തു സുമറിലെ 64-ാമത്തെ ആയത്തിൽ കാണാം, ഖുൽ അഫഗൈറല്ലാഹി തഅ്മുറൂനി അഅ്ബുദു അയ്യുഹൽ ജാഹിലൂൻ, ജാഹിലുകളെ, നിങ്ങൾ അല്ലാഹു അല്ലാത്ത ഒന്നിനെയാണോ നിങ്ങൾ എന്നോട് ആരാധിക്കാൻ പറയുന്നത്? ജഹ്ലാണ് അവിടെ കാരണം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സ്ത്രീകളോട് അവർ വീട്ടിൽ ഗാംഭീര്യത്തോടു കൂടി ഒതുങ്ങിയിരിക്കണമെന്ന് പറഞ്ഞെടുത്ത് സൂറത്തുൽ അഹ്സാബിലെ 33-ാമത്തെ ആയത്തിൽ കാണാം, വഖർന ഫീ ബുയൂതികുൻ വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഹുല,
ജഹല് ബാധിച്ച കാലത്തുണ്ടായിരുന്നത് പോലെ സൗന്ദര്യ പ്രകടനം കാണിച്ച് ആളുകളെ ആകർഷിപ്പിക്കുന്ന രീതിയിൽ വേഷവും മറ്റും ധരിച്ച് നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞു കാണാം. അപ്പോൾ ജഹലാണ് എല്ലാവിധ രോഗത്തിൻ്റെയും അടിസ്ഥാന കാരണം. അപ്പോൾ അറിവില്ലായ്മയാണ് എല്ലാവിധ രോഗങ്ങളുടെയും, ശുഭത്തുകളാവട്ടെ ഷഹ്വത്തുകളാവട്ടെ, അതിൻ്റെ അടിസ്ഥാന കാരണം, എല്ലാവിധ മുസീബത്തുകളുടെയും അടിസ്ഥാനം. ഇനി ഒരാൾ പാപം ചെയ്യുന്നുണ്ട് എങ്കിൽ എത്ര ഇൽമുള്ള ആളാണെങ്കിലും ആ പാപം ചെയ്യുമ്പോൾ അവൻ ജാഹിലാണ് എന്നാണ്. അവൻ ആ പാപം കൊണ്ട് അതിൻ്റെ അവസാനം എന്താകും എന്നുള്ളതിനെ കുറിച്ചുള്ള ജഹില് കൊണ്ടാണ് അവൻ പാപം ചെയ്യുന്നത്. വലിയൊരു ആലിമാണെന്ന് വിചാരിക്കുക, ദീനിൻ്റെ അസ്ലുകളും ഫർഉകളും അറിയുന്ന വലിയ ഇൽമുള്ളാണെന്ന് വിചാരിക്കുക. അയാളൊരു പാപം ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവൻ ജാഹിലാണ്. കാരണം ആ പാപം കൊണ്ടുണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ചുള്ള ജഹ്ല് ബാധിച്ചുകൊണ്ടാണ് അവൻ ആ പാപം ചെയ്യുന്നത്. എന്താണ് തെളിവ്? അല്ലാഹു തആല സൂറത്തു നിസായിലെ 18-ാമത്തെ ആയത്തിൽ 17-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, ഇന്നമത് തൗബതു അലല്ലാഹി ലില്ലദീന യഅമലൂന അസ്സൂഅ ബിജഹാലത്തിൻ സുമ്മ യതൂബൂന മിൻ ഖരീബിൻ. തൗബയുള്ളത് ആർക്കാണ്? ജഹ്ല് കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് പാപം ചെയ്ത ആളുകളാണ്. എന്നിട്ട് അടുത്ത സമയത്ത് തന്നെ ഉടനെ തന്നെ തൗബ ചെയ്യുന്ന ആളുകൾക്കാണ്. ഫൗലായിക യതൂബുല്ലാഹു അലൈഹിം വകാന അല്ലാഹു അലീമൻ ഹകീമ. അവർക്കാണ് അല്ലാഹു തആല അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുക. അല്ലാതെ മരിക്കുമ്പോൾ തൗബ ചെയ്യാന്ന് വെച്ചിട്ട് ഇങ്ങനെ നീട്ടിവെക്കുന്ന ആളുകൾക്കല്ല. ഇവിടെ യഅമലൂന അസ്സൂഅ ബിജഹാലത്തിൻ എന്നുള്ളതിനെ മുഫസ്സിരീങ്ങൾ പറഞ്ഞത് കാണാം, ജഹാലത്തുൽ ഫാഇലി ലിആഖിബത്തിൽ മഅസിയ. ഈ പാപം ചെയ്താലുള്ള പര്യവസാനം, അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ചുള്ള ജഹ്ല്. അപ്പൊ ഏതൊരു വ്യക്തിയും പാപം ചെയ്യുമ്പോൾ ആ പാപം ചെയ്യുന്നുണ്ട് എങ്കിൽ അപ്പോൾ അവൻ ജാഹിലായതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അപ്പൊ ജഹ്ലാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം, എല്ലാ ദോഷങ്ങളുടെയും അടിസ്ഥാനം. അപ്പൊ അതിനെതിരായിട്ടുള്ള ഇൽമാണ് ഉണ്ടാവേണ്ടത്. ജഹ്ല് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരാളിൽ ഉണ്ടാവുന്നതാണ്. അതുണ്ടായാൽ അവന്റെ ഈമാൻ ദുർബലമാകും. അപ്പോൾ ജഹ്ല് ഒഴിവാകാൻ ഇൽമ് നേടണം. രണ്ടാമത്തേത് അൽ ഗഫ്ലത്തു. ഗഫ്ലത്ത് എന്ന് പറഞ്ഞാൽ അശ്രദ്ധ എന്നാണ് മലയാളത്തിൽ അർത്ഥം പറയാൻ സാധിക്കുക. ഇത് വിശാലമായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് ഗഫ്ലത്ത്, അതിൻ്റെ ഇനങ്ങളെല്ലാം. ചുരുക്കി പറഞ്ഞാൽ എന്തിനാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ള കാര്യം മറന്നുപോവുക, അതിൽ നിന്ന് അശ്രദ്ധമാവുക. ഏതൊന്നിനാണോ ഞാൻ സൃഷ്ടിക്കപ്പെട്ടത് എന്ന ചിന്ത, ആ ചിന്തയിൽ നിന്ന് ഒരാൾ അശ്രദ്ധമാകുന്നതിനാണ് ഗഫ്ലത്ത് ബാധിച്ചു എന്ന് പറയുക. ചില ആളുകൾ വിചാരിക്കുക, ഞാൻ എൻ്റെ കുടുംബം നോക്കാൻ മാത്രമാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ കച്ചവടം ചെയ്യാൻ മാത്രമാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു കാര്യത്തിന് മാത്രമാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്, ഇതാണ് എൻ്റെ ജീവിത ലക്ഷ്യം എന്ന നിലക്ക് മാറിപ്പോകും. എന്തിനാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്. അതിൽ നിന്ന് തെറ്റിപ്പോകുന്നതാണ് ഗഫ്ലത്ത് എന്ന് പറയുന്നത്. ഇത് സംഭവിച്ചാൽ ഈമാനിൽ വലിയ ദുർബലത ആളുകൾക്ക് സംഭവിക്കും. സൂറത്ത് യൂനുസിലെ 92-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, വഇന്ന കസീറൻ മിനന്നാസ് അൻ ആയാതിനാ ലഗാഫിലൂൻ. അധിക ആളുകളും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് അശ്രദ്ധയിലാണ്. യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തിദ് ദുനിയ വഹും അനിൽ ആഖിറതി ഹും ഗാഫിലൂൻ. ദുനിയാവിന്റെ ബാഹ്യമായ കാര്യങ്ങൾ അവർക്കറിയാം, ദുനിയാവിന്റെ ഇൽമ അവർക്കറിയാം, ദുനിയാവിന്റെ അവസ്ഥകൾ അവർക്കറിയാം, പക്ഷെ പരലോകത്തെ കുറിച്ച് അവർ അശ്രദ്ധയിലാണ്. ഗഫലത്ത് ബാധിച്ചാൽ അവന്റെ ഈമാനിൽ കുറവ് ബാധിക്കും. തിരിച്ച് അള്ളാഹുവിനെ സ്മരിക്കുന്നതിലേക്കും അവന്റെ ജീവിത ലക്ഷ്യത്തെ ഓർക്കുന്നതിലേക്കും മടങ്ങണം. മൂന്നാമത്തെ ഒരു കാരണം ഇറാദ്, പിന്തിരിഞ്ഞു കളയുക. ദീനോട് താല്പര്യമില്ലാതെ, അതിലേക്ക് ഒരു പരിഗണന കൊടുക്കാതെ അതിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുന്ന അവസ്ഥ. അങ്ങനെ പിന്തിരിഞ്ഞു കളഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഈമാൻ ദുർബലമാകും, അത് തകർന്ന് ഇല്ലാതാകുന്ന അവസ്ഥ വരെ എത്തും. അല്ലാഹു തആല പറഞ്ഞു, വമൻ അദ്ലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി. ആരാണ് അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ട് സുമ്മ അഅറള അൻഹ, അതിൽ നിന്ന് പിന്തിരിഞ്ഞു കളഞ്ഞവനേക്കാൾ ദുൽമ് ചെയ്യുന്ന ആൾ ആരാണുള്ളത്? അതായത് എനിക്കിതൊന്നും കേൾക്കണ്ട, എനിക്കിതിനോടും താല്പര്യമില്ല, എനിക്ക് മരണത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ പരലോകത്തിനെ കുറിച്ചോ തൗഹീദിനെ കുറിച്ചോ സുന്നത്തിനെ കുറിച്ചോ അള്ളാഹുവിനോടുള്ള ബാധ്യതയെ കുറിച്ചോ ദീനിനെ കുറിച്ചോ എനിക്കിതിനോടും താല്പര്യമില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞു പോകുന്ന ആളുടെ അവസ്ഥ. അവരിൽ നിന്ന് അള്ളാഹും തിരിയും. അങ്ങനെ പിന്തിരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ നമുക്കുണ്ട് എങ്കിൽ ഭയപ്പെടണം. അത് നമ്മുടെ ഈമാനിനെ കുറയ്ക്ക മാത്രമല്ല, ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ച് കുഫറിലായി എത്തുന്ന അവസ്ഥയിൽ ആകാൻ കാരണമാകുന്ന ഒരു കാര്യമാണ്. അടുത്തൊരു കാരണം നിസ്യാൻ, മറവി എന്നുള്ളതാണ്. മറവി എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, അവൻ്റെതായ കാരണം കൊണ്ട് അവൻ ചിന്തിക്കേണ്ട കാര്യങ്ങൾ ചിന്തിക്കാതെ സംഭവിക്കുന്ന മറവി.
രണ്ട്, അവന്റെ നിയന്ത്രണത്തിൽ അല്ലാതെ സംഭവിക്കുന്ന മറവി. ഇവിടെ ഉദ്ദേശം ഒന്നാമത് പറഞ്ഞതാണ്. അതായത് അവൻ ആലോചിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ടാകും, അതിനെക്കുറിച്ച് ആലോചിക്കാതെ അതിന് പരിഗണന കൊടുക്കാതെ അവൻ അതിൽ നിന്ന് തെറ്റിപ്പോയി സംഭവിക്കുന്ന മറവി, അത് ഒരാളുടെ ഈമാൻ ദുർബലമാക്കുന്ന ഇല്ലാതാക്കുന്ന കാര്യമാണ്. സൂറത്തുൽ ഹശറിൽ അല്ലാഹു തആല പറഞ്ഞു, വലാ തകൂനു കല്ലദീന നസുല്ലാഹ് ഫഅൻസാഹും അൻഫുസഹും. അള്ളാഹുവിനെ മറന്നു പോകുന്ന ഒരാളായിട്ട് നിങ്ങൾ മാറരുത്. അങ്ങനെ മാറിയാൽ നിങ്ങളുടെ സ്വന്തത്തെ കുറിച്ച് തന്നെ അള്ളാഹു നിങ്ങളെ മറപ്പിക്കും. അതായത് പിന്നെ നമ്മുടെ സ്വന്തത്തിന് ഗുണമുണ്ടാക്കുന്ന കാര്യം എന്താണ്, ദോഷമുണ്ടാക്കുന്ന കാര്യമാണ് ഒന്നും അറിയാത്ത അവസ്ഥയിൽ നമ്മൾ മറന്നു പോകുന്ന അവസ്ഥയുണ്ടാകും. ഇതാണ്, അതായത് അള്ളാഹ് നമ്മൾ ഓർക്കേണ്ടതാണ്, പക്ഷെ അള്ളാഹിനെ ഓർക്കാതെ അതിൽ നിന്ന് അകന്നു പോകുന്ന ആളുകൾ. എന്നാൽ സാധാരണഗതിയിൽ ചിലപ്പോൾ ഉണ്ടാകുന്ന മറവിയുണ്ട്. ഇപ്പോൾ ഒരാൾ ഒരു വക്ത നിസ്കാരം ചിലപ്പോൾ മറന്നുപോയി, അവൻ യാത്രയിലോ മറ്റോ ആയിട്ട് നിസ്കാരം മറന്നുപോയി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇബാദത്തുകൾ വിട്ടുപോയി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം, അങ്ങനെയുള്ള മറവി അവന്റെ സ്വന്തം തീരുമാനപ്രകാരമല്ലാതെ മറവി കുറ്റമില്ലാത്തതാണ്. കാരണം ആമന റസൂലിന്റെ ബഖറയിലെ അവസാനത്തെ ആയത്തിൽ റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ, റബ്ബേ ഞങ്ങൾ മറന്നുകൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ നീ പിടികൂടരുത് എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദ് ഫഅൽതു, ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് കാണാം. അപ്പൊ അങ്ങനെയുള്ള മറവി കുഴപ്പമില്ല, വേണമെന്നുകൊണ്ട് മറക്കുന്ന അവസ്ഥ. മറ്റൊരു കാരണം ഫിഅലുൽ മആസി വർത്തികാബുദ് ദുനൂബ്, പാപങ്ങൾ ചെയ്യുക എന്നുള്ളത്. അള്ളാഹുവിനെ അനുസരിക്കുന്നത് ഈമാൻ വർദ്ധിക്കാൻ കാരണമാകും എന്നതുപോലെ തന്നെ പാപങ്ങൾ ചെയ്യുക എന്നുള്ളത് ഈമാൻ ദുർബലമാക്കുന്ന പ്രധാനപ്പെട്ട കാരണമാണ്. ഒരാൾ ഒരു പാപത്തിൽ തുടർന്നുകൊണ്ട് അവന്റെ ഈമാനിൽ ഒരു പുരോഗതി അവനുണ്ടാവില്ല, അവന്റെ ഈമാനിൽ ഒരു വർധനവും അവൻ പ്രതീക്ഷിക്കേണ്ട. ആ പാപത്തിൽ തുടരുന്ന അവസ്ഥയിലായിക്കൊണ്ട് അവൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം, അതിൽ നിന്ന് ഒഴിവാകാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ മാത്രമാണ് അവനിൽ ഉയർച്ച ഉണ്ടാവുള്ളൂ. ഒന്നിൽ മുസിറായിക്കൊണ്ട് അതിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്ന അവസ്ഥയിൽ അവന്റെ ഈമാനിൽ വർധനവുണ്ടാവില്ല. അതല്ല, ഈമാന്റെ ആസ്വാദനം തീരെ ലഭിക്കില്ല. നമ്മൾ എത്ര സൽക്കർമ്മങ്ങൾ ചെയ്താലും ഉണ്ടല്ലോ, പാപം ജീവിതത്തിലുണ്ടോ ഈമാന്റെ ആസ്വാദനം കിട്ടൂല. എന്നാൽ പാപങ്ങളൊന്നുമില്ല, നിർബന്ധ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചോ, ഈമാന്റെ ആസ്വാദനം നമുക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് ഉലമാക്കൾ പറയാറുള്ളത്, സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും സാധിക്കും, പക്ഷെ പാപം ഒഴിവാക്കുക എന്നുള്ളത് സിദ്ദീഖീങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ചില പണ്ഡിതന്മാർ ഈമാനിന്റെ ഒരു തെളിവായി പറഞ്ഞത് നിങ്ങൾ എത്ര ഇബാദത്ത് ചെയ്തു, എത്ര കർമ്മങ്ങൾ ചെയ്തു, എത്ര രാത്രി സ്കരിച്ചു എന്നതിലല്ല, നിങ്ങൾ ഒറ്റക്കായിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു പാപത്തിനുള്ള എല്ലാ അവസരവും ഒരുങ്ങിയ സന്ദർഭത്തിൽ അള്ളാഹുവിന് വേണ്ടി അത് ഒഴിവാക്കുന്നിടത്താണ് നിങ്ങളുടെ ഈമാൻ വെളിവാവുക എന്ന് പറഞ്ഞത്. അപ്പോൾ പാപങ്ങൾ നമ്മുടെ ഈമാനെ ദുർബലപ്പെടുത്തും. നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, ഇന്നൽ അബ്ദ ഇദാ ഖതഅ ഖതീഅതൻ, ഒരു അടിമ ഒരു പാപം ചെയ്തു കഴിഞ്ഞാൽ നുകിതത് ഫീ ഖൽബിഹി നുക്തതുൻ സൗദാ, അവന്റെ കൽബിൽ ഒരു കറുത്ത കുത്തു വരും, അടയാളം വരും. ഫൈദാ ഹുവ നസഅ വസ്തഗ്ഫറ വതാബ സുഖില ഖൽബുഹു, അവൻ ആ പാപം ഒഴിവാക്കി ഇസ്തിഗ്ഫാർ ചെയ്ത് തൗബ ചെയ്ത് മടങ്ങിയാൽ കൽബ് പഴയ പോലെയാകും. വഇൻ ആദ സീദ ഫീഹാ, അവൻ ആ പാപത്തിൽ തന്നെ തുടരുകയാണെങ്കിൽ ആ കറുത്ത നിറം കൽബിൽ പടർന്നുകൊണ്ടേയിരിക്കും. ഹത്താ തഅലുവ ഖൽബഹു വഹുവ അർറാൻ അല്ലദീ ദക്കറല്ലാഹ്, അത് മുഴുവൻ കൽബിന് ഇരുട്ട് ബാധിച്ച കറുത്തു പോകുന്ന അവസ്ഥയുണ്ടാവും. അതാണ് അല്ലാഹു തആല സൂറത്തുൽ മുത്തഫിഫീനിൽ റാൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്താണ് പറഞ്ഞത്? കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, അവർ പ്രവർത്തിച്ചത് കാരണത്താൽ അവരുടെ കൽബിൽ ഒരു കറ ബാധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് പാപം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ കാര്യത്തെയാണ്. പാപം ചെയ്തു കഴിഞ്ഞാൽ കൽബിന് ഈ ബാധിച്ച് ഇതില്ലാത്തയാവും. മറ്റൊരു കാരണം ഒരാളുടെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള ഈമാൻ ദുർബലപ്പെടുന്നതിനുള്ള കാരണം അന്നഫ്സുൽ അമ്മാറ ബിസ്സൂ, പാപങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കുന്ന നഫ്സ്, നമ്മുടെ സ്വന്തം നഫ്സാണ്. നമ്മുടെ നഫ്സിന്റെ അടിസ്ഥാന ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ പാപങ്ങളോട് വലിയ താല്പര്യമായിരിക്കും, ഹറാമുകളോട് വലിയ ഇഷ്ടമായിരിക്കും. അതിനെ പരിശീലിപ്പിച്ച് അള്ളാഹുവിനുള്ള അനുസരണത്തിൽ എത്രത്തോളം കൊണ്ടുവരുന്നുവോ അതിനനുസരിച്ച് നമുക്കതിന് പിടുത്തം കിട്ടും. അതിന്റെ ഇഷ്ടത്തിന് വിട്ടുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിൽ തോന്നുന്നതിനൊക്കെ നമ്മൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഹറാമിലേക്കും അതിര് കവിയിലേക്കും പോയിക്കൊണ്ടേയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഓരോ ഖുതുബയിലും രക്ഷ തേടിയിരുന്ന ഒരു കാര്യമാണ് നഫ്സിന്റെ ഷർറിൽ നിന്ന്. എന്താണ്? നഹ്മദുഹു വനസ്തഈനു വനസ്തഗ്ഫിറു എന്ന് കഴിഞ്ഞാൽ നഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ, നമ്മുടെ സ്വന്തത്തിൽ നിന്നുള്ള ഷർറിൽ നിന്ന് രക്ഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിരുന്നു. അതുപോലെ രാവിലെയും വൈകുന്നേരവുമുള്ള
ദുആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുത്ത ദുആയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്തും ചെല്ലാൻ വേണ്ടി പഠിപ്പിച്ചതിൽ അല്ലാഹുമ്മ ആലിമൽ ഗൈബി വശഹാദ ഫാത്തിറസ് സമാവാതി വൽ അർദ് റബ്ബ കുല്ലി ഷൈഇൻ വമലീകഹു അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അഊദു ബിക മിൻ ശർരി നഫ്സി വമിൻ ശർരി ശൈത്താനി വശിർകിഹി. സ്വന്തം നഫ്സിന്റെ ഷെറിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു എന്നത്. നഫ്സിന്റെ ഷെറ് നമ്മളെ വളരെയധികം രക്ഷ തേടേണ്ട ഒരു കാര്യമാണ്. അതിൽ വീണു പോകുന്നത് നമ്മൾ അറിയില്ല. പിശാചിന്റെ ഗണിയേക്കാൾ നഫ്സ് നമ്മൾ ഒരു പാപത്തിന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേ താല്പര്യം കാണിച്ചുകൊണ്ടേ ഇരിക്കും. നമ്മൾ വളരെയധികം നിയന്ത്രിക്കേണ്ട, നമ്മൾ പരിശീലിപ്പിക്കേണ്ട ഒരു കാര്യമാണ് നഫ്സ് എന്നുള്ളത്. അപ്പോൾ ഒരാളുടെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള ദാഖിലിയായിട്ടുള്ള കാരണങ്ങളാണ് പറഞ്ഞത് ഈമാൻ കുറയാൻ. ഖാരിജി ആയിട്ടുള്ള കാരണങ്ങളുണ്ട്, പുറത്തു നിന്നുള്ള കാരണങ്ങൾ. അത് 3 എണ്ണമാണ് ഉള്ളത്. 3 കാരണങ്ങളാണ് പുറത്തു നിന്നുള്ളത്. അതിൽ ഒന്നാമത്തേത് ശൈത്താൻ, മനുഷ്യന്റെ ശത്രുവായിക്കൊണ്ട് അല്ലാഹു തആല താക്കീത് നൽകിയിട്ടുള്ള, മനുഷ്യനെ പിഴപ്പിക്കും, നമ്മളെ ഓരോരുത്തരെയും പിഴപ്പിക്കുമെന്ന് അള്ളാഹുവിന്റെ അടുക്കൽ വാക്ക് പറഞ്ഞിട്ടുള്ള ഒരു തരി കാരുണ്യം നമ്മോട് കാണിക്കാത്ത. ഇപ്പൊ നമുക്ക് ഏറ്റവും അറപ്പുള്ള ഒരു ജീവിയാണെങ്കിലും ആ ജീവി വല്ല അപകടം പറ്റി കിടക്കുന്നുണ്ട്, നമുക്ക് അതിനോടൊരു കാരുണ്യം തോന്നും. പക്ഷേ അത്ര പോലും നമ്മോട് കാരുണ്യം തോന്നാത്ത ഒരു മനുഷ്യന്റെ ശത്രുവാണ് ശൈത്താൻ എന്നുള്ളത്. നമ്മളൊരു തരി കാരുണ്യം ഉണ്ടാവില്ല, നമ്മളോടൊരു അംശം കാരുണ്യം നമ്മളോടുണ്ടാവില്ല. അത്രയും ക്രൂരനായിട്ടുള്ള നമ്മളോട് ശത്രുത വെച്ചിട്ടുള്ള ആളാണ് ശൈത്താൻ. ആ ശൈത്താൻ നമ്മളെ പിഴപ്പിക്കാൻ വേണ്ടി എപ്പോഴും ഒരുങ്ങിയിട്ടുള്ളതാണ്. അല്ലാഹു തആല താക്കീത് ചെയ്തതാണ്, ഇന്ന ശൈത്താന ലക്കും അദുവ്വൻ ഫത്തഖിദൂഹു അദുവ്വ. പിശാച് നിങ്ങളുടെ ശത്രുവാണ്, അവനെ ശത്രുവായിട്ട് തന്നെ പരിഗണിക്കണം. അവനും അവന്റെ കൂട്ടാളികളും നിങ്ങളെ ക്ഷണിക്കുന്നത് നരകത്തിലേക്കാണ്. നമുക്കൊരു ശത്രു ഉണ്ട്, നമ്മൾ കാണാതെ നമ്മെ തെറ്റിക്കണം, നമ്മെ പിഴപ്പിക്കണം എന്നുള്ള ഒരു ശത്രു ഉണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കി, ഭൗതികമായിട്ട് നമ്മെ ഉപദ്രവിക്കാൻ വേണ്ടി ഒരാൾ ഇറങ്ങി പുറപ്പെട്ടിട്ട് വിചാരിക്കാം. നമ്മളെ വധിക്കാൻ, അല്ലെങ്കിൽ നമ്മെ ഉപദ്രവിക്കാൻ, നമ്മുടെ സമ്പത്ത് കൊള്ളയടിക്കാൻ ഒരാൾ തീരുമാനിച്ച് ഇറങ്ങി നിൽക്കുന്നുണ്ട്, നമുക്കറിയാം. അങ്ങനെ ഒരാളെ നമുക്ക് അറിയുന്നുണ്ട്, അങ്ങനെ ഒരാൾ ഒരുങ്ങിയിട്ടുണ്ട് നമുക്ക് ബോധ്യം ഉണ്ടെങ്കിൽ നമ്മൾ എത്ര ശ്രദ്ധിക്കും? നമ്മളവിടെ വീട്ടിൽ എത്ര ശ്രദ്ധിക്കും? നമ്മൾ പുറത്തിറങ്ങുമ്പോൾ എത്ര ശ്രദ്ധിക്കും? എങ്ങനെ കാര്യങ്ങൾ നോക്കും? അതുപോലെ അങ്ങനെ ഒരു വാക്ക് ഏറ്റെടുത്തിട്ടുള്ള ഒരാളാണ് ശൈത്താൻ. പക്ഷെ ദുനിയാവിലെ നഷ്ടങ്ങളല്ല, നമ്മുടെ ദീനിനെ എടുത്തു കൊണ്ടുപോയി പരലോകത്ത് നഷ്ടം വരുത്തും എന്നുള്ളത്. ശൈത്താൻ പറഞ്ഞ വാക്ക് നോക്കൂ, ലഅഖഉദന്ന ലഹും സിറാതകൽ മുസ്തഖീം. നിന്റെ നേരായ മാർഗത്തിൽ അവർ വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ നിൽക്കും. ثم لآتينهم من بين أيديهم, അവരുടെ മുമ്പിലൂടെ ഞാൻ ചെല്ലും. വമിൻ ഖൽഫിഹിം, അവരുടെ പിന്നിലൂടെ ചെല്ലും. വഅൻ ഐമാനിഹിം വഅൻ ശമാഇലിഹിം, അവരുടെ വലത്തോടെ ഇടത്തോടൊക്കെ വരും. വലാ തജിദു അക്തറഹും ശാകിരീൻ, അവരിൽ അധിക ആളുകളും നിനക്ക് നന്ദി കാണിക്കുന്ന ആളുകളായി നീ കാണൂല. എങ്ങനെ പഴിപ്പിക്കാൻ പറ്റും അങ്ങനെയൊക്കെ നോക്കും. എന്തെല്ലാം വഴിയുണ്ടോ അതെല്ലാം പിശാജ് നമ്മെ നോക്കും. പിശാജിനോടുള്ള ജിഹാദ് പറഞ്ഞാല് ജിഹാദുൽ മുസ്തമിറാണ്, അതായത് മരണം വരെ ചെയ്യേണ്ട ഒരു യുദ്ധമാണ്. നമുക്ക് അത് അവിടെ ഉണ്ട്, നമുക്കൊരു ശത്രു ഉണ്ട് എന്നുള്ളൊരു ബോധം നമുക്ക് വേണം. ഞാൻ നേരത്തെ പറഞ്ഞ ആലോചിച്ചാൽ മതി, ഭൗതികമായിട്ടുള്ള ശത്രു ഉണ്ടെങ്കിൽ നമ്മൾ എത്ര സൂക്ഷിക്കുമോ അതുപോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഗൗരവത്തിൽ സൂക്ഷിക്കേണ്ട കാര്യമാണത്. അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ, പിശാചിന്റെ ആ കാൽപ്പാടുകളെ, ആ നയിക്കുന്ന ഒരു മാർഗത്തിലേക്ക് പോലും നിങ്ങൾ പിൻപറ്റരുത്, നിങ്ങൾ സൂക്ഷിക്കണം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഒരു ഉപമ പറഞ്ഞത് കാണാം, പിശാച് എങ്ങനെയാണ് മനുഷ്യന്റെ ചുറ്റും കാത്തു നിൽക്കുന്നത് എന്നുള്ളത്. അദ്ദേഹം തിബ്യാനു ഫി അഖ്സാമിൽ ഖുർആൻ എന്നുള്ള അദ്ദേഹത്തിന്റെ കിതാബിൽ പറയാണ്, ഫമസലുഹു മസലു ഖൽബിൻ ജാഇൻ ശദീദൽ ജഉ. ഒരു നായ, ആ മസലു ഖൽബിൻ ജാഇൻ ശദീദുൽ ജഉ, അതായത് അങ്ങേയറ്റം വിശന്നിട്ടുള്ള ഒരു നായ. ആ നായ ഉണ്ട്, വബൈനക വബൈനഹു ലഹ്മുൻ ഖുബ്സുൻ, അവന്റെയും ഇന്റെയും ഇടയിൽ ഒരു മാംസപ്പൊതിയുണ്ട്, അല്ലെങ്കിൽ റൊട്ടിയുണ്ട്. അങ്ങനെ ആ നായ്ക്ക് എന്ത് വേണം? നമ്മുടെ കയ്യിലുള്ള മാംസവും റൊട്ടിയും വേണം, കാരണം അത്ര വിശന്നിട്ടുള്ളത്. നമ്മൾ എത്രത്തോളം അതിനെ ശ്രദ്ധിച്ചു കൊണ്ട് നടന്നുവോ അത്രത്തോളം അത് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും. നമ്മൾ അതിനെ കുറിച്ചിട്ട് ഒന്ന് അശ്രദ്ധമായി കഴിഞ്ഞാൽ വിശന്ന് നിൽക്കുന്ന നായ എടുത്തോണ്ട് പോകും. അതായത് ആ കയ്യിലുള്ള മാംസമോ റൊട്ടിയാണ് നമ്മുടെ ദീന്, അത് തട്ടിയെടുക്കാനുള്ള പിശാച് ഇതുപോലെ ആയിരിക്കും എന്ന് പറഞ്ഞു കാണാം. അതൊന്നാമത്തെ ബാഹ്യമായിട്ടുള്ള കാരണം. രണ്ടാമത്തേത് അദ്ദുന്യാ വഫിത്നുഹാ, ദുനിയാവും ദുനിയാവിന്റെ ഫിത്നകളും. ദുനിയാവ് എന്നുള്ളത് സഹോദരങ്ങളെ പിശാചിന്റെ
രണ്ട് കാര്യങ്ങളാണ് മനുഷ്യനെ പഴപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഒന്നാമത്തേത് ദുനിയാവാണ്, അഫൻ പിശാചാണ്. രണ്ടാമത്തേത് ദുനിയാവാണ്. ഈ രണ്ട് കാര്യത്തിലാണ് മനുഷ്യൻ തെറ്റിപ്പോവുക. പിശാച് നമ്മൾ ഏത് രീതിയിലും തെറ്റിക്കാൻ നോക്കും. ആ പിശാചിനുള്ള ഒരു മാർഗവുമാണ്, അതല്ലാതെ തന്നെയും നമ്മളെ വഞ്ചിച്ചു പോകുന്ന കാര്യമാണ് ദുനിയാവ് എന്നുള്ളത്. ആ ദുനിയാ ഇല്ല മറ്റാൽ ഖുറൂർ, കബളിപ്പിക്കുന്ന ഒരു വിഭവമല്ലാതെ ഒന്നുമല്ല ദുനിയാവ്. കാരണം നമ്മളെ വഞ്ചിക്കും. നമ്മൾ ദുനിയാവിന്റെ അലങ്കാരങ്ങളെ കാണുമ്പോൾ, ദുനിയാവിന്റെ ആസ്വാദനങ്ങളെ കാണുമ്പോൾ, ദുനിയാവിന്റെ സൗകര്യങ്ങളെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് കൊള്ളാം, ഇത് നല്ല ഇതുണ്ട്, ഇങ്ങനെയൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കണം, ഇങ്ങനെയൊക്കെ സൗകര്യം നമുക്കും വേണം, ഇങ്ങനെയൊക്കെ ഒരു ജീവിതം നമുക്കും വേണം. ആ നിലയിൽ നമ്മെ ആകർഷിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും. ഒരിക്കലും തന്നെ അത് നമുക്ക് കിട്ടാനും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഫിത്തിനെ നമ്മളെ ആകർഷിപ്പിക്കുന്നുണ്ട് എങ്കിൽ, നമ്മളെ അതിനോട് താല്പര്യം ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ നമ്മളത് ഒഴിവാക്കണം. ദുനിയാവിന്റെ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ആഗ്രഹം തോന്നുകയാണെങ്കിൽ അത് ഒഴിവാക്കലാണ് ഏറ്റവും നല്ലത്. ദുനിയാവിനോട് സുഹൃത്ത് കാണിച്ചാൽ എല്ലാ ഖൈറും, സമാധാനം ഉണ്ടാവും. നമുക്ക് ഏറ്റവും സമാധാനം ഉണ്ടാവും. അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കാൻ സാധിക്കും. മറ്റുള്ള ജനങ്ങളും നമ്മെ ഇഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും. ദുനിയാവിൽ നിന്ന് അകലാൻ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമത്തേത് അന്നദുറു ഫിദ്ദുനിയ വസ്സുറഅതു സവാരിഹാ വഫനാഇഹാ വഇൽമിഹ്ലാലിഹാ. ദുനിയാവിനെ കുറിച്ചൊന്ന് ആലോചിക്കുക. ദുനിയാവിനെ കുറിച്ച് ആലോചിച്ചാൽ മനസ്സിലാവും ഇത് നിലനിൽക്കുന്നൊരു സാധനമല്ല. ഇതെന്തായാലും ഒന്നുകിൽ ഞാൻ അതിന് പോകണം, അല്ലെങ്കിൽ അത് എന്നിൽ നിന്ന് ഒഴിവാകും. ഒരിക്കലും ഇത് എനിക്ക് സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടാവുന്ന സാധനമല്ല. ഇത് നീങ്ങിപ്പോകുന്നതാണ്. എത്ര പെട്ടെന്നാണ് അത് ഇല്ലാതായി പോകുന്നത്, എത്ര പെട്ടെന്നാണ് അത് നശിച്ചു പോകുന്നത് എന്നതിനെ കുറിച്ച് ആലോചിക്കുക. അതൊന്നും ഉറ്റാലോചിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ ദുനിയാവിനോടുള്ള ഇഷ്ടം ഒഴിവായി കിട്ടും. രണ്ടാമത്തേത് അന്നദുറു ഫിൽ ആഖിറ, പരലോകത്തെ കുറിച്ച് ആലോചിക്കുക. പരലോകത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് പോകണം. ദുനിയാവ് നമ്മൾ എന്തായാലും പോകണം. പിന്നെ എത്തിച്ചേരാനുള്ളത് പരലോകമാണ്. അവിടെയാണെങ്കിലോ ദുനിയാവിന്റെ എന്ത് ആസ്വാദനം ഒരു ത്രാസിൽ വെച്ചാലും അതിനേക്കാളെല്ലാം ഉത്തമമായിട്ടുള്ള, അതിനേക്കാളെല്ലാം നമ്മെ സന്തോഷിപ്പിക്കുന്ന, അതിനേക്കാളെല്ലാം നമ്മെ ആകർഷിപ്പിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ നാളെ പരലോകത്ത് സ്വർഗത്തിനുമായിട്ട് അള്ളാഹു ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ ശരിക്കൊന്ന് ആലോചിച്ചാൽ ദുനിയാവിന്റെ ഫിത്നയിൽ നിന്ന് കുറേയൊക്കെ രക്ഷപ്പെടാൻ സാധിക്കും. മൂന്നാമത്തെ കാരണം ബാഹ്യമായിട്ടുള്ളത് ഖുറനാ ഉസ്സൂ, മോശപ്പെട്ട കൂട്ടുകാർ. അത് നമ്മുടെ ഈമാനിനെ ദുർബലപ്പെടുത്തും, ചിലപ്പോൾ ഇല്ലാതാക്കും, ചിലപ്പോൾ പിഴച്ചു പോകുന്ന അവസ്ഥയിൽ നമ്മെ ആക്കുന്നതാണ്. നമ്മൾ ആരോടാണ് കൂട്ടുകൂടുന്നത്, നമ്മുടെ കൂട്ടുകാർ ആരൊക്കെയാണ് എന്നുള്ളത് നാം ഓരോരുത്തരും പരിശോധിക്കണം. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ആളായതുകൊണ്ട് അയാളാണ് എൻ്റെ ഉറ്റമിത്രം, അല്ലെങ്കിൽ എൻ്റെ ഒപ്പം പഠിക്കുന്നത് കൊണ്ട് അയാളാണ് എൻ്റെ ഉറ്റമിത്രം, അല്ലെങ്കിൽ എൻ്റെ കച്ചവടത്തിൽ പാർട്ട്ണറായതുകൊണ്ട് അയാളാണ് എൻ്റെ ഉറ്റമിത്രം. അങ്ങനെയല്ല. നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ, നമ്മുടെ സുഹൃത്ത് ബന്ധം ആരോടാണ്, നമ്മൾ ആരോടൊപ്പമാണ് നമ്മൾ ഒഴിവു സമയം ചെലവഴിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യാത്രയിലേക്കോ മറ്റേലേക്കോ പോകുമ്പോൾ ആരെയാണ് നമ്മൾ നമ്മുടെ ഒപ്പം കൂട്ടുക എന്നുള്ളത് ശരിക്കും നമ്മൾ പരിശോധിക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർറജുലു അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹ്ദുകും മൻ യുഖാലിൽ. ഒരാൾ അവന്റെ കൂട്ടുകാരന്റെ ദീനിലായിരിക്കും. ഒരാളുടെ ദീനിയായ അവസ്ഥയെ പരിഗണിക്കാൻ വേണ്ടി പണ്ഡിതന്മാർ പറയാറുള്ള കാര്യം, അവന്റെ അവസ്ഥ മനസ്സിലാക്കാൻ അവന്റെ കൂട്ടുകാരെ നോക്കുകയാണ്. അവൻ ആരോടാണ് കൂട്ടുകൂടുന്നത് എന്ന് നോക്കുക എന്നുള്ളതാണ് ആ ഒരാളുടെ ദീനിനെ കുറിച്ച് അറിയാനുള്ള ഏറ്റവും വലിയൊരു നല്ലൊരു മാനദണ്ഡം എന്നുള്ളത്. ആരാണ് അവന്റെ കൂട്ടുകാർ, ആരോടൊപ്പമാണ് അവൻ സമയം ചെലവഴിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ കൂട്ടുകെട്ട് മോശമാണെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ ഏറ്റവും പിഴച്ചു പോകുന്ന അവസ്ഥയിലേക്കാണ് ഉണ്ടാവുക. ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പറഞ്ഞ കാണാം, ലൈസ ലിൽ മുഅ്മിനി അൻ യഖഉദ മഅ കുല്ലി മൻ ശാഅ. ഒരു മുഅ്മിനിന് പാടില്ലാത്ത കാര്യമാണ് എല്ലാവരുടെ കൂടെ ഇരിക്കുക എന്നുള്ളത്. എല്ലാവരുടെയും കൂടെ ഇരിക്കുക. ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞാൽ, നമുക്കൊരു സുഹൃത്തുണ്ടെങ്കിൽ അവൻ നമുക്ക് നന്മ കൽപ്പിക്കുന്നവനായിരിക്കണം, തിന്മ വിരോധിക്കുന്നവനായിരിക്കണം, അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നവനായിരിക്കണം, നമ്മുടെ ഇബാദത്തുകൾക്ക് ഓർമ്മപ്പെടുത്തുന്നവനായിരിക്കണം, സൽക്കർമ്മങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നതായിരിക്കണം, അതുപോലെ നമ്മുടെ ന്യൂനതകൾ മറച്ചു വെക്കുന്നവനായിരിക്കണം, നമ്മുടെ നന്മകൾ അത് ഏറ്റവും നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കുന്ന ആളായിരിക്കണം. അങ്ങനെയുള്ള ഗുണങ്ങളുള്ള ഒരാളാണ് നമ്മൾ സുഹൃത്തായി നമ്മൾ എടുക്കേണ്ടത്. സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു കാണാം, ലൈസ അബ്ലഗു ഫീ ഫസാദി റജുലിൻ വസലാഹി മിൻ സാഹിബിൻ. ഒരാളുടെ നന്നാവലും ഒരാൾ ഫസാദാവലും അവന്റെ കൂട്ടുകാരിൽ നിന്നുണ്ടാവുന്ന പോലെ വേറെ ആരും ഉണ്ടാവില്ല. അവന്റെ ഒപ്പം ആരാണോ, നമ്മുടെ നാടുകളിൽ നഊദു ബില്ലാഹ് ഒരുപാട് ചെറുപ്പക്കാരും മുസ്ലിം യുവാക്കളും അതുപോലെ പെൺകുട്ടികളൊക്കെ ധാരാളം ഫിത്നകളിൽ അകപ്പെടുന്നത്. അവർ
പിന്നെ ചിലപ്പോൾ ചില ആളുകൾ സിനിമയോ സംഗീതമോ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാരാണ്? കൂട്ടുകാരാണ്. അല്ലെങ്കിൽ ലഹരി പോലെയുള്ള മദ്യം അതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് നയിക്കുന്നവരാണ് കൂട്ടുകാരാണ്. കൂട്ടുകാരൻ്റെ അടുത്ത് നിന്നാണ് ആദ്യമായിട്ട് ഞാൻ ഒരു ലഹരി ഉപയോഗിച്ചത്, ഇന്ന കൂട്ടുകാരനാണ് ഇന്ന തിന്മയെക്കുറിച്ച് എനിക്ക് പറഞ്ഞത് എന്നാണ് ഇതിലകപ്പെട്ട ആളുകൾക്ക് പറയാണ്ടാവുള്ളൂ. തുടക്കം അങ്ങനെയായിരിക്കും. അപ്പൊ നമ്മൾ മോശപ്പെട്ട ഒരു സ്ഥലത്ത് കൂട്ടുകൂടിയിട്ട് പിന്നെ അതിൽ അപകടം വന്നാൽ നമ്മൾ ആദ്യം സൂക്ഷിക്കണം, നമ്മുടെ ഒഴിവാക്കണം. നമുക്ക് മോശപ്പെട്ട സ്വഭാവമുള്ള കൂട്ടുകാരാണുള്ളത് എങ്കിൽ ആ ബന്ധം ഒഴിവാക്കണം. നമുക്കത് ആവശ്യമില്ല. നമുക്ക് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഗുണങ്ങളുള്ള ആളുകളുമായിട്ടാണ് നമുക്ക് സുഹൃത്ബന്ധം ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കാണാം, ഇഅ്തബറു അന്നാസ ബിഅഖ്ദാനിഹിം ഫഇന്നൽ മർഅ ലാ യുഖാദിനു ഇല്ലാ മൻ യുഅജിബുഹു. ആളുകളെ മനസ്സിലാക്കേണ്ടത് അവർ ആരോടാണ് കൂട്ടുകൂടുന്നത് എന്നൊരു അടിസ്ഥാനത്തിലാണ്. ഒരാളും തന്നെ അവന് ഇഷ്ടമില്ലാത്ത ഒരാളുടെ ഒപ്പം കൂട്ടുകൂടൂല. ഒരാളുടെ ഒപ്പം കൂട്ടുകൂടണമെന്നുണ്ടെങ്കിൽ അവൻ അയാളുടെ ഇഷ്ടമായതുകൊണ്ടായിരിക്കണം. ഇഷ്ടമില്ലാത്ത ഒരാളോടൊപ്പം ഒരാൾക്ക് കുറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് കുറച്ച് നിൽക്കാന്നല്ലാതെ സ്ഥിരമായിട്ടൊരു കൂട്ടുകൂടി ഒപ്പം നിൽക്കാൻ സാധിക്കില്ല. അപ്പൊ ആരോടാണ് കൂട്ടുകൂടുന്നത് എന്ന് ആലോചിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ തെമ്മാടികളായിട്ടുള്ള മോശപ്പെട്ട സ്വഭാവങ്ങളുള്ള ആളുകളോട് കൂട്ടുകൂടുക എന്നുള്ളത് ഒരു മനുഷ്യനെ നശിപ്പിക്കുന്ന കാര്യമാണ്. അതോടൊപ്പം സഹോദരങ്ങളെ, ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൂട്ടുകാർ എന്നുള്ളത് മനുഷ്യരുടെ രൂപത്തിൽ നിന്ന് മാറി ഉപകരണങ്ങളുടെ രൂപങ്ങളായി മാറിയിട്ടുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പണ്ട് ഒരാൾ പുറത്തുപോയി കൂട്ടുകാരൊപ്പം കൂട്ടുകൂടിയിട്ട് വേണം ഒരു പാപത്തിനെ കുറിച്ച് അറിയാൻ, ഒരു തിന്മയെ കുറിച്ച് അറിയാൻ, അല്ലെങ്കിൽ ഒരു കാര്യം ഏതാണെന്നുണ്ടെങ്കിൽ ഇന്നൊരാളെ റൂമിൽ ഒറ്റക്കാണെങ്കിലും അവൻ്റെ കയ്യിലുള്ള അവൻ്റെ ഈ ഭൗതികമായിട്ടുള്ള മൊബൈലും അതുപോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് ഇന്റർനെറ്റ് കൊണ്ടും അവൻ കൂട്ടുകെട്ടുകൾ അതിലൂടെ ഉണ്ടാകുന്നുണ്ട്. അതല്ലാതെയും ഇതൊരു കൂട്ടുകാരനെ പോലെയാണ്. അതിൽ നിന്ന് ഒരുപാട് ഫസാദുകൾ, ഫിത്നകളിൽ അകപ്പെടുന്ന അവസ്ഥയുണ്ട്. അത് അള്ളാഹുവിനോട് രക്ഷ തേടേണ്ട ഇന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫിത്നയാണ്. നമ്മുടെ നിയന്ത്രണത്തിന് അപ്പുറത്തേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫിത്നയാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതും നമ്മുടെ ഒരു കൂട്ടുകാരൻ അത് നല്ലതാണോ ചീത്തതാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. അതിൽ നമ്മൾ എന്താണ് കാണുന്നത്, എന്താണ് കേൾക്കുന്നത്, എന്താണ് അറിയുന്നത് എന്ന് നമ്മൾ പരിശോധിക്കണം. അതില്ല എങ്കിൽ നമുക്ക് നമ്മുടെ ഈമാനിനെ നിലനിർത്താൻ സാധിക്കില്ല. നമ്മുടെ ഈമാൻ ചോർന്നു പോകും. നമ്മളിപ്പോ ഈ മൊബൈലിൽ നമ്മൾ ധാരാളം സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളം സമയം ചെലവഴിക്കുമ്പോൾ നമ്മുടെ ഈമാൻ ദുർബലമാകും. നമ്മളറിയാത്തതുകൊണ്ടാണ്. നമ്മളിപ്പോൾ ധാരാളം ചില ആളുകൾ ഫേസ്ബുക്കിൽ ധാരാളം ഓരോന്ന് ചെലവഴിക്കും, അതുപോലെ യൂട്യൂബിൽ ചെലവഴിക്കും. നല്ല കാര്യത്തിൽ ചെലവഴിക്കുന്നത് ഗുണം ചെയ്യും, ഇല്ല എന്നല്ല. എന്നാൽ അതല്ലാത്ത കുറെ ശുഭത്തുകൾ അതിലുണ്ടാവും. നല്ലതാണോ അല്ലേ, അങ്ങനെയുള്ള കുറെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കാൻ ഒരാഴ്ചയ്ക്ക് ഒരു 2-3 ദിവസം ഞാൻ 2-3 ദിവസത്തേക്ക് ഇതൊന്നും ഉപയോഗിക്കുന്നില്ല, സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഒന്ന് മാറി നോക്കി നമ്മുടെ ഖൽബിന് ലഭിക്കുന്ന ഒരു സമാധാനം അറിയാൻ പറ്റും. നമുക്ക് ഈമാനികമായിട്ട് ലഭിക്കുന്ന ഒരു ആസ്വാദനം നമുക്ക് അറിയാൻ സാധിക്കും. കുറച്ച് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. എപ്പോഴും സ്ഥിരമായിട്ട് ഇതിലെല്ലാം മുഴുകുന്ന ആളുകളാണെങ്കിൽ, ഞാൻ ഫുള്ള് തെറ്റെന്നല്ല, അല്ലാതെ തന്നെ നമ്മളിപ്പോൾ ഒരു യൂട്യൂബ് നോക്കുകയാണെങ്കിൽ ദീനിയായ ദർസ് നോക്കാൻ കയറിയാലും വേറെ എന്തിനേലും കയറിയാലും എന്തെങ്കിലും കാണാതെ നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല. സോഷ്യൽ മീഡിയയിൽ ഏതിൽ കയറിയാലും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പൊ അതിൽ നിന്ന് ഒരു 2-3 ദിവസത്തേക്ക് ഞാൻ 2-3 ദിവസം യൂട്യൂബ് കയറുന്നില്ല, അല്ലെങ്കിൽ ഫേസ്ബുക്ക് നോക്കുന്നില്ല, അതുപോലെ എന്തെല്ലാം കാര്യങ്ങളാണോ അതിൽ നിന്നൊന്ന് മാറി നിൽക്കുക, ഒന്ന് നോക്കി നോക്കി. നമ്മുടെ ഖൽബിന് ലഭിക്കുന്ന ഒരു സമാധാനം, ഒരു റാഹത്ത്, ഒരു ഭാരം കുറഞ്ഞതുപോലെ ഈമാനിന്റെ ആസ്വാദനം അങ്ങനെ ആസ്വദിക്കാൻ ലഭിക്കാൻ തുടങ്ങും അതിൽ മുഴുകിയ ആളുകൾ. അത് ശ്രദ്ധിച്ചാൽ അപ്പൊ അതും ഈ സുഹൃത്ബന്ധത്തിന്റെ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഈമാൻ വർദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. ആദ്യം പറഞ്ഞു, ഈമാൻ ദുർബലമാകാനുള്ള കാരണങ്ങൾ പറഞ്ഞു. ഇത് നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്, നമ്മളിപ്പോ റജബ് ആയിട്ടുണ്ട്. റജബ് പകുതിയോളം ആയി. ഇൻഷാ അള്ളാഹ് ഷഅബാൻ, അടുത്ത മാസം ഷഅബാനാണ്. അത് കഴിഞ്ഞാൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുലേക്ക് അടുക്കാനും ശുദ്ധീകരിക്കാനും നന്മകൾ വാരിയെടുക്കാനുമുള്ളൊരു സമയമാണ് റമളാൻ. ഒരു കച്ചവടക്കാരൻ അവന്റെ കച്ചവടത്തിന്റെ സീസണിന് വേണ്ടി ഒരുങ്ങുന്നത് പോലെ ഒരു മുഅ്മിൻ അള്ളാഹുവിനുള്ള ഇബാദത്തുകളിൽ ഒരുങ്ങേണ്ട സമയമാണ് റമളാനിലേക്ക് ഒരുങ്ങുക എന്നുള്ളത്. സലഫുകൾ പറയാറുള്ളത് പോലെ റജബ് എന്നുള്ളത് വിറ്റുപാകുന്ന കാലമാണ്, ഷഅബാൻ എന്നുള്ളത് അതിലേക്ക് വെള്ളമൊഴിക്കേണ്ട കാലമാണ്, റമളാൻ എന്നുള്ളത് അതിൽ നിന്ന് വിളവെടുക്കേണ്ട കാലമാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഖൽബ് കൊണ്ട് റമളാനിലേക്കുള്ള ഒരു ഒരുക്കം വേണം. അതുപോലെ തന്നെ ബാഹ്യമായ അമലുകൾ കൊണ്ടും
റമദാനിലേക്ക് ഒരുങ്ങാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഈമാൻ പുതുക്കുന്നത് പോലെ ഒരുപാട് കാര്യങ്ങൾ, അതിൽ ഖുർആൻ പാരായണത്തിന് കുറച്ചുകൂടി സമയം കണ്ടെത്തുക, രാത്രി നിസ്കാരത്തിൽ അതിനുവേണ്ടി ഒന്നുകൂടി സമയം കണ്ടെത്താൻ ശ്രമിക്കുക, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിന് കുറച്ചുകൂടി സമയം കണ്ടെത്താൻ ശ്രമിക്കുക, മസ്ജിദിൽ ഇബാദത്തുകളിലായി സമയം ചെലവഴിക്കാൻ കുറച്ചുകൂടി സമയം കണ്ടെത്താൻ ശ്രമിക്കുക. അങ്ങനെ ഓരോ കാര്യങ്ങളിലും ഓരോ മേഖലയിലും ഒന്നൊരുങ്ങാൻ നമ്മൾ ഖൽബ് കൊണ്ടും ശരീരം കൊണ്ടുമെല്ലാം ഒരുങ്ങ. സുന്നത്തായ നോമ്പുകൾ, ഷഅബാൻ നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം നോമ്പ് നോറ്റിരുന്നതാണ്. അപ്പോൾ റജബിൽ തന്നെ അതല്ലാതെയുള്ള സുന്നത്തായ നോമ്പുകളെല്ലാം നോറ്റ് അതിലേക്കൊന്ന് ഒരുങ്ങി ഷഅബാനിൽ ധാരാളം നോമ്പ് നോറ്റ് റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ കൂടുതൽ റമദാനിൽ നിന്ന് നമുക്ക് നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു കാര്യവും ഒരുങ്ങിക്കൊണ്ട് ഇന്നിപ്പോൾ നമ്മൾ ഈ മനസ്സിലാക്കിയ ഈ കേട്ട കാര്യങ്ങൾ ഞാനും നിങ്ങളും എല്ലാവരും ഇതിലൊന്നും കൂടി ശ്രദ്ധിക്കാൻ, റമദാനിലേക്ക് ഏറ്റവും നല്ല രീതിയിൽ നല്ല ഈമാനോടുകൂടി പ്രവേശിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു തആല ഈ റമദാൻ ഏറ്റവും നല്ല രീതിയിൽ ഉപകരിക്കുന്ന ആളുകളായി നമ്മെ മാറ്റുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.